بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام صدق الله مولانا العلي العظيم إن الرحمة لا تنزل على قوم وفيهم خاطئ رحم الحديث كما قال صفينا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدني وافرا يا بهجة الدهرين كلي ناصرا يا غافر الآسين كلي غافرا يا أكرم الثقلين يا كنز الورى جدي بجودك أرغني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي لا سددي مسيدي سددي عضدي بلا أبدي كن آخذا بيدي خواجة معينتي لخمسة نطفي بها حر الوباء الحاكما المصطفى والمرتضى وابناهما والفاطمة مولاي صل وسلم دائما أبدا
بك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واسمع لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سنني وعن نبي بكر وعن عمر وعن علي وعن عثمان بالكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير من طلحة وأبي عبيدة وابن عوف العاشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സസ്യത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച പാണക്കാട് കുടുംബത്തിൽ പൊതുപ്രവർത്തന മേഖലയ്ക്ക് അല്ലാഹു നൽകിയ പ്രകാശഗോപുരം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ദർസിലെ വിദ്യാർത്ഥികൾക്ക് പാഠമെന്നതുപോലെ നൂറുകണക്കിന് ഹദീസുകൾ രേഖപ്പെടുത്തിയ ഈ വർഷിക്കുന്ന ജനസാഗരത്തിന്റെ മനോമുഖരത്തിൽ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമത്തിന്റെ ഇഷ്ടത്തിന്റെ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ കച്ചവട തന്ത്രമില്ലാത്ത കറകളഞ്ഞ ഒരു മഹബത്ത് പകർത്തി നൽകിയ ബഹുമാനിലും ആദരണീയനുമായ വിനയത്തിന്റെ പ്രതീകം ഒരു നോട്ടം കൊണ്ട് നമ്മുടെ മനസ്സിന് മുഴുവനും സമസ്ത എന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് ആവാഹിക്കാനുള്ള ശക്തി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ച അലങ്കരിച്ച ബഹുമാനിനും ആദരണീയനുമായ ശൈഖുന ശംസുൽ ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാഹ് ശംസുൽ ഉലമയുടെ ജീവിതകാലത്തെ പൊരുത്തവും ഗുരുത്വവും തന്റെ ജീവിതാവസാനം വരെയും അതിനുശേഷവും കൊണ്ടു നടക്കണമെന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവുമായി യമാനിയ എന്ന വലിയൊരു ശീർഷകത്തിന് താഴെ ഒരു വലിയ ജനവിവാഹത്തെ വാർത്തെടുക്കുന്നതിന് ഏകദേശം 600-നകത്ത് വിദ്യാർത്ഥികളാണ് ഇതുവരെ യമാനി ബിരുദം നേടി മടങ്ങിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും അതിനെ വളർത്തട്ടെ. ആ സ്ഥാപനവുമായി നടക്കുന്ന ബഹുമാനിനും ആദരണീയനുമായ കുട്ടി ഹസൻ സർവകൾ ഇവിടുത്തെ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിനതിന്റെ രൂപരേഖ നിങ്ങൾക്ക് സമർപ്പിച്ച അൽഹംദുലില്ലാഹ് മനോഹരമായ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തന്റെ നാടായ അണ്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയും ആ മഹലിനെ ചുറ്റുവട്ടത്തുള്ള ആ മഹലിൽപ്പെട്ട സാധുക്കൾക്ക് ഒരു വലിയ അത്താണിയായി മാറുകയും സമസ്തയുടെ പ്രവർത്തന മേഖലകൾക്ക് തന്നാലാവുന്ന വിധം മരിക്കുന്നതുവരെയും അൽഹംദുലില്ലാഹ് തന്റെ സമ്പത്ത്, തന്റെ സാന്നിധ്യം, തന്റെ സഹകരണം മുഴുവനും സമർപ്പിക്കുന്ന ബഹുമാനും ആദ്യമായ ഫാത്തിമ ഹോസ്പിറ്റൽ എംഡി കൂടിയായ മുല്ല മുഹമ്മദ് ഹാജി അവർകൾ അൽഹംദുലില്ലാഹ് പാലക്കായി മൊയ്ദ് ഹാജി അങ്ങനെ തുടങ്ങി ഈ സദസ്സിൽ ബാപ്പുത്തങ്ങൾ പിന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ് എങ്കിൽ പോലും അൽഹംദുലില്ലാഹ് സ്റ്റേജിലിരിക്കുന്ന സമസ്തയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന, തന്റെ ജീവിതം അതിലൂടെയായി മരണവും അതിലൂടെയാവണമെന്ന് കൊതിക്കുന്ന ഉസ്താദുമാരുടെ ഗുരുത്വം കൊതിക്കുന്ന സുപ്രഭാത പത്രത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെ അൽഹംദുലില്ലാഹ്
സ്ഥാപനങ്ങളുടെ സംഘാടക സമിതിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ വളരെ ആവേശപൂർവ്വം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന മറ്റു പ്രിയപ്പെട്ട കൂട്ടുകാർ, യമാനികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഉസ്താദുമാർ, കുട്ടിയസന്താരമി ഉസ്താദിന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ, മക്കൾ തുടങ്ങി ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. പരമാധി നായകനും പരമാധികാരിയുമായ അല്ലാഹുവിന്റെ നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരമാധികാരിയായ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. സ്വസ്ഥതയും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംഗമം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ പൊരുത്തത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പരമാധിനാഥനായ അല്ലാഹു നമ്മെ പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോടും അബൂബക്കർ യമാനി ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ ഉണ്ടെങ്കിൽ അവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുണ്ട്. ഒന്നവർ സ്റ്റേജിലേക്ക് വന്നാൽ വളരെ ഉപകാരമായിരിക്കും. യമാനിയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രവർത്തകരാരെങ്കിലും യമാനി ഒന്ന് ഓടി വന്ന് തടിയെ കുറിച്ച് കുറയട്ടെ. അൽഹംദുലില്ലാഹ്, അത് പ്രധാന കാര്യം അറിയിക്കുക. കാരണം നമുക്കിന്ന് നമ്മുടെ വിഷയം നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ വലിയൊരു വിഷയമാണ്. അതിനെ ചെറിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഇച്ചിരി പ്രയാസമുള്ളതാണെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ മാത്രം അതിനെ പറഞ്ഞ് നമുക്കിന്ന് പരിപാടി അവസാനിപ്പിക്കണം. നിരാശപ്പെടുത്താൻ വേണ്ടി പറയല്ല, കാര്യമായിട്ട് തന്നെ പ്രസംഗിക്കുക, അങ്ങനെ നിങ്ങൾ സങ്കടപ്പെടില്ല. മറിച്ച് ഇവിടെ ഒരു വലിയ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് അവതരിപ്പിക്കുകയുണ്ടായി. അത് യമാനിക്ക് വേണ്ടിയുള്ളത്. കുറച്ച് പേനയും കടലാസും സംഘടിപ്പിക്കുന്നു. കൊടുത്തോ? എങ്ങനെ നോക്കട്ടെ, ഒരെണ്ണം എടുത്ത് മതി. വേഗമാവട്ടെ. നിങ്ങൾ പറയും ഉസ്താദ് തുടങ്ങണതിന് മുമ്പ് പിരിവ് തുടങ്ങിയടി ആയിഷ ഇനി രക്ഷയില്ലടി, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യം നടക്കണമല്ലോ. സത്യത്തിൽ ഞാനും അബ്ദുള്ളാജിയൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ ആ ഒരു അവസാനം പറഞ്ഞ ഹദീസ് ആലോചിച്ചിട്ട് നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു കുട്ടി ആഹുലായപ്പോൾ തന്നെ 1 ലക്ഷം രൂപയുടെ നോട്ടുമാല കഴുത്തിലിട്ട് എന്ന ഫോട്ടോയിൽ കണ്ടു. 1 ലക്ഷം രൂപയുടെ നോട്ടുമാല കഴുത്തിലിട്ട് കൊടുത്ത് ആദരിച്ചു. അപ്പോ കൂടുതൽ പൈസ അതിനുവേണ്ടി ചെയ്യും. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം, വേറെ പല പരിപാടികളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഇൽമിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ചിലവഴിക്കുമ്പോൾ അതൊരു വലിയ താല്പര്യമായി തോന്നിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉമ്മാക്ക് കൊടുക്കുന്നതിനുള്ള കൂലിയെക്കാളും 8 ലക്ഷം കൂടുതലാണ് ഒരു കുട്ടി ഇൽമു പിടിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഞാനിത് തന്നിരിക്കുന്നത് നിങ്ങൾ 1 സ്ക്വയർ ഫീറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇതിനകത്ത് അവർ എഴുതി എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 10 എഴുതാം, 15 എഴുതാം, 20 എഴുതാം. ഇത് ഈ സദസ്സിലിരിക്കുന്ന സാധുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിയ്യത്ത് ചെയ്ത് തരാൻ 1 സ്ക്വയർ ഫീറ്റ് 1500 രൂപ തേടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങളത് കൊടുക്കണം. ഈ വിനീതൻ ഈ സ്ഥാപനത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഉപകാരമായിട്ട് ഞാൻ കണക്കാക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 1 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപയുടെ നമ്മൾ ഒരു മാസം നമ്മുടെ മൊബൈൽ ചാർജ് ഒന്ന് ശ്രദ്ധിച്ചാൽ നടക്കുന്ന, വീട്ടിന്റെ ചെലവ് ശ്രദ്ധിച്ച് നടക്കുന്ന, സഹോദരിമാർ ഒരുക്കം, നമ്മുടെ ആഡംബരം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഈ വേദിയിൽ നിങ്ങൾക്ക് തരുന്നത് 1 സ്ക്വയർ ഫീറ്റ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട്. 10ഉം 15ഉം ഒക്കെ എഴുതാനുള്ളവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് എഴുതാം. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ വാങ്ങി 1500 രൂപ ഉമ്മാക്ക് കൊടുക്കുന്ന സ്വതക്കയേക്കാൾ 9 ലക്ഷം രൂപ, 9 ലക്ഷം ദറജ, 9 ലക്ഷം പദവി ഒരു ഇൽമു പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്താൽ കിട്ടുമെങ്കിൽ യമാനിയ സ്ഥാപനത്തിന്റെ വളർച്ചയും ഉയർച്ചയുമാണ് ഇത്. ഒരിക്കലും ഇതിന്റെ പ്രവർത്തകർക്ക് വ്യക്തിപരമായവരുടെ കാര്യം നടത്താനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും നമ്മളെ ചെറുശ്ശേരി ഉസ്താദിന്റെ പിന്തുണയും പൊരുത്തവും ഉണ്ടാവൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ഈ യമാനിയ ടവറിന്റെ ആദ്യത്തെ സ്ക്വയറിൽ ഞാൻ ഷംസു എന്ന് താമരശ്ശേരി ഷംസു എന്ന് സാധുവാണ്. നിങ്ങളൊക്കെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ദുആരക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കളെ അല്ലാഹു ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മ, ഉപ്പ, ഭാര്യ, സഹോദരങ്ങൾ അവരുടെ മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരു ചെറിയ 1500 ഇപ്പോ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരും. എല്ലാവരും
എല്ലാവരും, ഞാൻ ഈ വിഷയം തുടങ്ങാൻ പോവാണ്, എല്ലാവരും അതിലൊന്ന് സഹകരിക്കുക. ബാക്കി 10, 15, 20, 25, 50 ഒക്കെ പറയാൻ ആളുകളുണ്ടത് വേറെ. പക്ഷെ നിങ്ങളത് ഈ തരുന്നതിൽ ഒന്നുചേരാൻ വേണ്ടിയിട്ട് 1 സ്ക്വയർ ഫീറ്റ് പരമാവധി നിങ്ങളത് എഴുതി കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഈ സദസ്സിനെ നിങ്ങൾ ഇൽമിനെ ആദരിക്കുന്നവരായി, ഇൽമിനെ സ്നേഹിച്ചവരുടെ സദസ്സാക്കി നിങ്ങളിതിനെ മാറ്റണമെന്ന് വളരെ വിനയാന്വിതനായി നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത്. ആ വിഷയം നിങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇത്രയും സമയം, ചെറുശ്ശേരി ഉസ്താദ് ഇത്രയും സമയം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് ദുആ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഞാൻ കാണുകയൊക്കെയും ചെയ്യുന്നത്. അപ്പോ ആ ഒരു അലിവും ആ ഒരു അനുകമ്പയും വെച്ചിട്ട് പറയുന്നു, നമ്മൾ ഇത് ഏറ്റെടുക്കണം. ഒരു നഷ്ടവും നിങ്ങൾക്ക് അല്ലാഹു തരില്ല. പരമാധികാരിയായ പടച്ചതമ്പുരാൻ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലെ 300-500 നോട്ടുകൾ നമ്മൾ എന്തിനൊക്കെയോ ചിലവഴിക്കേണ്ടതാണ്. പല ആവശ്യങ്ങൾക്കും വലിച്ചെറിയേണ്ട. നിങ്ങളിപ്പോ ചിന്തിക്കുക അവർക്കൊക്കെ ഇഷ്ടം പോലെ കാശുണ്ട്, പല സമ്പന്നരിലൂടെ ഉണ്ട്, അവർ ചെയ്യും എന്നല്ല. നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ തന്നെയാണ് ബോധവാന്മാരാകേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സഹകരിക്കാൻ പടച്ചേ റഹ്മാനായ റബ്ബേ, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ സ്ലിപ്പ് കൊണ്ട് ചെല്ലുമ്പോൾ 1 സ്ക്വയർ ഫീറ്റെങ്കിലും എഴുതി അത് പൂർണ്ണമായും അതിന്റെ നമ്പറൊക്കെ എഴുതിയിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ, മാരക രോഗം നീ കൊടുക്കല്ല തമ്പുരാനെ, ഒരു വിഷമവും ഒരു പ്രയാസവും നീ കൊടുക്കല്ല റബ്ബേ. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് വേദി തന്നെ കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളത് എന്ത് ചെയ്യുക, എഴുതി നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുക. അല്ലാഹു ഈ പ്രിയ സഹോദരനെ സ്വീകരിക്കട്ടെ. അത് വിളിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഇപ്പം കൂടെ കൊണ്ടുതരേണ്ട സംഘാടകർ വാങ്ങിക്കോളും. ആദ്യം ഒരാൾ കൊണ്ടുതന്നു, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ വന്ന ആളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. കഴിക്കണ്ട, അത് മഅദിനയുടെ ആളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറ്റവും പുറകിലൊക്കെ എല്ലാവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, വിജയിപ്പിക്കട്ടെ. നമ്മളെ ക്ലാസ് റൂമിലൂടെ ശ്രദ്ധാപൂർവം ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാഹ് അവരെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമുമായും നമ്മുടെ ഈ സ്ഥാപനവുമായി സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മലക്കുകളുടെ പേര് കേൾക്കുമ്പോ ഏറ്റവും അധികം നമ്മുടെ മനസ്സിന്റെ അകത്ത് ഭയം വരുന്ന ഒരു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുന്ന പോലെയല്ല, മീകായിൽ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുന്ന പോലെയല്ല, ഇസ്രാഫീലിന്റെ പേര് കേൾക്കുന്ന പോലെയല്ല. റൂഹിനെ പിടിക്കാൻ വരുന്ന അസ്റായീൽ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പിടയ്ക്കലുണ്ട്. കാരണം ആ മലക്കുൽ മൗത്ത് നമ്മുടെ അരികിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ അതിന് പര്യവസാനമാവുകയാണ്. ശാശ്വതമായ ജീവിതം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബർസഖ് ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ ഏറ്റവും വലിയ മാസ്മരികമായ സൗന്ദര്യത്തിൽ നിന്നും അതിനോട് വിട പറഞ്ഞിട്ട് പരലോക യാത്ര തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും അസ്റായീൽ കാണുന്ന ദിവസം. വീട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ കൺമുമ്പിൽ നാം എവിടെ വെച്ചിട്ടാണെങ്കിലും. അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഭയപ്പാട് നമ്മുടെ മനസ്സിലുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ പോകലുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞു പോകലുണ്ട്. എന്റെ മക്കൾ പൊട്ടിക്കരയാൻ എന്റെ കുടുംബം നിരായുധരായി ഇനി ആരുമില്ലല്ലോ മനസ്സവനെ എന്ന് പറഞ്ഞ് നിരാശ്രയായി വീടിന്റെ അകത്തളത്തിൽ കിടന്ന് പൊട്ടിക്കരയാനുള്ള ഒരു സാഹചര്യമാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുപാട് പ്രവാചകന്മാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. മരണത്തിന് മുമ്പ് മരിക്കുന്ന സമയം മാത്രമാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് മരണമെന്ന് പറയുന്ന മഹാവിസ്ഫോടനം പറയുന്നു. ചിലപ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിൽ, ചിലപ്പോൾ ആ മുന്നറിയിപ്പുകൾ നിങ്ങളുടെ തലയിൽ വരുന്ന നരയാണ്, നിങ്ങളുടെ നടുവിന് വരുന്ന വളമാണ്, നിങ്ങൾക്ക് പത്തിനോട് വരുന്ന താല്പര്യക്കുറവാണ്, നിങ്ങളുടെ ശരീരത്തിന് വരുന്ന ക്ഷീണമാണ്, നിങ്ങളുടെ കാഴ്ചക്കുറവാണ്, നിങ്ങളുടെ കേൾവിക്കുറവാണെന്ന് പറഞ്ഞ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ വരുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ചില സിഗ്നലുകളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തതായി ചരിത്രത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പ്രവാചകന്മാരോടൊപ്പം വന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് ഒരിക്കൽ കടന്നു വന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം തന്നെ എടുത്തിരിച്ചു
നിൽക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഒരു അനുയായിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സംഭാഷണ മധ്യേ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അസ്റായീൽ പറഞ്ഞു കൊടുത്തു, അല്ലയോ പ്രവാചകനായ ദാവൂദ് നബിയെ, നിങ്ങളെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോലും കാലെടുത്ത് വെക്കാൻ കഴിയാറ്, ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാറ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ ഇന്ന് മുതൽ 6 ദിവസം വരെ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 7ാമത്തെ ദിവസം അവന്റെ റൂഹുകാൽ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇസ്രായേൽ ദാവൂദ് നബിയോട് പറയാൻ. ദാവൂദ് നബി ആശ്ചര്യഭരിതനായി, പക്ഷേ ഈ കൂട്ടുകാരനോട് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ കൊടുക്കുന്ന നിർദ്ദേശത്തെ ആ സെക്കൻഡിൽ തന്നെ രഹസ്യമായതുണ്ട്, അതൊന്നും പരസ്യമായി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ നോക്കി സങ്കടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ രഹസ്യമായ നിർദ്ദേശമല്ലേ, അതൊരിക്കലും തുറന്നു പറയാൻ കഴിയില്ല. എങ്കിലും ദാവൂദ് നബി അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കി നിരാശയോടുകൂടി ആരും സംസാരിച്ചെങ്കിലും ഒന്നും തുറന്നു പറഞ്ഞില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം ഒന്നുകൂടി ചോദിച്ച ഇസ്രായേലിനോട്, ഉറപ്പായും ആ മനുഷ്യൻ 6 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അതേ നബിയെ, 7ാമത്തെ ദിവസം പ്രഭാതം പൊട്ടിവിടരുമോ ആ പ്രിയപ്പെട്ട സഹോദരൻ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ നിർബന്ധമായ നിർദ്ദേശം എനിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് കുറെ കാലഘട്ടം കഴിഞ്ഞു, കുറെ നാളുകൾ കഴിഞ്ഞു. അത്ഭുതത്തോടുകൂടി ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ മരുഭൂമിയുടെ ഓരത്തൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ദാവൂദ് നബിക്ക് അത്ഭുതമായി പോയി, പടച്ചവനായാണ് മരിച്ചില്ലല്ലോ. 6 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ, 6 ദിവസം കൊണ്ട് റൂഹ് പിടിക്കുമെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചില്ലല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതമായി. വേഗം പോയ ആ പ്രിയപ്പെട്ടതുകാരനോട് സലാം പറഞ്ഞ് മുസാഫഹത്തൊക്കെ ചെയ്ത് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. രഹസ്യ വിവരമായതുകൊണ്ട് തുറന്നു പറഞ്ഞില്ല. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 2ാമതൊരു പ്രാവശ്യം കൂടി അസ്റായീൽ വരുമെന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. രാവും പകലും ആകാശലോകത്തിന്റെ കവാടം തുറന്ന് മലക്കിൽ മൂത്ത് കടന്നു വരുന്നുണ്ടോ ഒരു വിവരമറിയാൻ വേണ്ടി കിട്ടുന്നോണം കാത്തിരുന്നു. അവസാനം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അസ്റായീൽ വന്നു. അസ്റായീൽ വന്ന പാടെ ദാവൂദ് നബി ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട അസ്റായീലേ, അല്ലാഹു കളവ് പറയില്ല, നീ കളവ് പറയില്ല. എന്നോടൊരു മനുഷ്യന്റെ റൂഹ് ഒരാഴ്ചക്കകം പിടിക്കുമെന്ന് കളവ് പറഞ്ഞിട്ട് നിനക്കും നിന്റെ പടച്ചവനും ഒരു നേട്ടവും നേടാനില്ല. പിന്നെ എന്തിനാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ കിടന്നിട്ട് റൂഹ് പിടിക്കുമെന്ന് നീ എന്നോട് കളവ് പറഞ്ഞത്? 7 ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിച്ചിരുന്നല്ലോ. അതിനുശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷം ആ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടുമുട്ടിയല്ലോ. അയാൾക്കൊരു കേടുപാട് സംഭവിച്ചിട്ടില്ലല്ലോ. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്ന, ദാവൂദ് നബിയെ, അല്ലാഹു തീരുമാനിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങളുടെ അടുത്തിരുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മം ചെയ്തു നബിയെ. ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹാന കർമ്മം ചെയ്തപ്പോ 20 വർഷം കൂടി ആ മനുഷ്യന് ജീവിക്കാൻ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ദാവൂദ് നബിക്ക് ആവേശമായി. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഒരു പുണ്യകർമ്മത്തിന്റെ പേരിൽ 20 വർഷം കൂടി അള്ളാഹു ജീവിക്കാൻ ആ മനുഷ്യന് ആയുസ് നീട്ടിക്കൊടുത്തെങ്കിൽ ആ ഒരു പുണ്യകർമ്മ വേദിയും അറിയാനുള്ള ആവേശത്തോടെ ദാവൂദ് നബി അലൈഹിസ്സലാം ആ മലക്കുൽ മൗത്തിനോട് ചോദിക്കുമ്പോ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറകൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ, വാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബവുമായി എത്രയോ മാസങ്ങൾ കൊണ്ട് അകന്നു കഴിഞ്ഞിരുന്നവനാണ്, പിണങ്ങിരുന്നവരാണ്. ഉപ്പയുടെ കുടുംബവുമായി എത്രയോ മാസങ്ങളായി വാപ്പയുടെ കുടുംബവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ രാത്രിയിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ പ്രിയപ്പെട്ട സഹോദരന് സമാധാനമില്ല. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കുടുംബക്കാര് തനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ, താനുമായി അടുപ്പമുള്ളവല്ലോ, അവരുമായി പിണങ്ങിക്കഴിയുന്ന സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ, ആളിക്കത്തുന്ന നരകാഗ്നിയുടെ അടിത്തട്ടിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടുമല്ലോ എന്ന ഭയം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ അകത്തൊരു അഗ്നികോളം പോലെ പടർന്നു പിടിച്ചപ്പോ ബഹുമാനപ്പെട്ട ദാവൂദ് നബിയെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ വാപ്പയുടെ കുടുംബക്കാരുമായി പിണങ്ങിയുന്ന പിണക്കത്തെ തീർത്തുകളെന്ന് നബിയെ ഇണക്കം തുടങ്ങി. നബിയെ അകന്നുപോലെ ബന്ധത്തെ അടുത്തുകൊണ്ടുവരാൻ മനസ്സ് വെച്ചപ്പോ അള്ളാന്റെ ആകാശലോകത്ത് മാലാഖമാർക്ക് സന്തോഷമായി, അള്ളാഹുവിന് സംതൃപ്തിയായി നബിയെ, സംതൃപ്തിയായി നബിയെ. 20 വർഷം കൂടി ആ ഒരു സ്വാലിഹാന പ്രവർത്തനത്തിന്റെ പേരിൽ അവൻ ജീവിച്ചിരിക്കട്ടെ എന്ന് അള്ളാഹു എന്നോട് നിർദ്ദേശം തന്നു നബിയെ.
അതുകൊണ്ടാണ് ആ മനുഷ്യനും ജീവിച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കിൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ എന്റെ പ്രഗത്ഭരായ പ്രിയപ്പെട്ട പ്രശസ്തരായ ദീനീ പ്രവർത്തകരായ സഹോദരങ്ങളെ, യമാനി എന്ന് പറയുന്ന മാത്മരികമായ അറിവിന്റെ വാതായം തുറക്കുന്ന മലർവനിയിലെ മാധുര്യത്തിന്റെ വർധനവിന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയമായോട് പറയുകയാ, അപകടവും ദുരന്തവും ദുരിതവും സമ്മാനമായി മരണം സമ്മാനമായി തന്നുകൊണ്ടിരിക്കുമ്പോ ആ മരണം രക്ഷപ്പെട്ടുകൊണ്ട് കുറച്ച് ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു സ്വാലിഹാന പുണ്യപ്രവർത്തനത്തെ കുറിച്ചാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. മൻസറഹു എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, നല്ല ഭക്ഷണം ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ് സഹാബത്തിനോട്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ദാരിദ്ര്യമില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, പട്ടിണിയില്ലാത്ത സുഭിക്ഷമായ ഭക്ഷണം കിട്ടണമെന്ന കൊതി നിങ്ങൾക്കുണ്ടോ? കച്ചവടം വിജയിക്കണമല്ല, സാമ്പത്തിക നേട്ടമുണ്ടാകണമല്ല, സാമ്പത്തിക ലാഭമുണ്ടാകണമല്ല, എന്റെ പ്രിയപ്പെട്ട മക്കള് പട്ടിണി കിടക്കാൻ പാടില്ല, എന്റെ വീടിന്റെ അയൽവക്കത്തിന്റെ പ്രിയപ്പെട്ട മക്കള് പാത്രവും വെച്ചിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞ് കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ എന്റെ കുടുംബത്തിന് വരാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനൊരവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഭക്ഷണ വിശാലത നിങ്ങൾക്ക് വേണ്ടേ, ചെയ്യുന്ന ബിസിനസ്സിൽ ബറക്കത്ത് വേണ്ടേ, കഴിക്കുന്ന ഭക്ഷണത്തിൽ റഹ്മത്ത് വേണ്ടേ, ജോലിയിൽ ഐശ്വര്യം വേണ്ടേ, സാമ്പത്തികത്തിൽ കയറ്റം വേണ്ടേ, സാമ്പത്തിക ഭദ്രതയുടെ കവാടം നിങ്ങൾക്ക് തുറന്നു കിട്ടണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോ ആരാണ് ഇല്ല എന്ന് മറുപടി പറയുക? ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പട്ടികിടക്കാൻ പാടില്ല. നമ്മുടെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അയൽവാസികളുടെ മുമ്പേ പോയി കൈകാണിക്കുന്ന ദുരവസ്ഥ വരാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ആഗ്രഹമുണ്ട് നബിയെ. നമ്മുടെ കുടുംബ കണ്ണീരിലാവാൻ ഞങ്ങൾ കൊതിക്കുന്നില്ല നബിയെ. നമ്മുടെ മക്കൾ പട്ടിണി കിടന്നിട്ട് വാപ്പാ വിശക്കുന്നു എന്ന് പറയുന്നത് കാണാനുള്ള കേൾപ്പ് ഞങ്ങൾക്കില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുൻസൂഫി അസരിഹി, നിങ്ങൾക്ക് ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹു ആയുസ് നീട്ടിത്തരണമെന്ന കൊതിയുണ്ടോ? കുറെ കാലം കൂടി കോഴിക്കോടും അതുപോലെ ഈ താമരശ്ശേരിയിൽ കൊടുവള്ളിയിലൊക്കെ ജീവിക്കണമെന്ന് കൊതിയുണ്ടോ? കുറെ കാലം കൂടി കച്ചവടം നടത്തണം, കുറെ കാലം കൂടി ഖിദ്മത്ത് ചെയ്യണം, കുറെ കാലം കൂടി ഭൗതിക ലോകത്ത് ജീവിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഈ രണ്ട് ആഗ്രഹം നടക്കാനുള്ള മരുന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഫൽയസിൽ റഹിമഹു, നിന്റെ കുടുംബത്തിൽ ആരോടാണോ നീ പിണങ്ങിക്കഴിയുന്നത് അവരുമായി സലാമരം ഇണങ്ങിക്കോ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. വാപ്പയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാര്, ഭാര്യയുടെ കുടുംബക്കാര്, ബന്ധുമിത്രാദികള് ആരോടാണെന്ന് മുസ്ലിം സ്വരച്ചേർച്ചയിൽ കഴിഞ്ഞുകൂടുന്നത്? പിണക്കമില്ലാത്തവരാരാ? തർക്കമില്ലാത്തവരാരാ? കലഹിക്കാത്തവരാരാ? കലാപമുണ്ടാക്കാത്തവരാ? മുസ്ലിം കുടുംബങ്ങളിലെ ഏറ്റവും കൂടുതൽ നമുക്കത് കാണാൻ പറ്റുക. ഹൈന്ദവരിലില്ല, ക്രൈസ്തവരിലില്ല, മതമില്ല പോലും കുടുംബബന്ധത്തിന്റെ വിലയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതറിയില്ലല്ലോ. ഒരു വീടും അതിന്റെ നാനൂറ്റി വന്മതിനും അതിനകത്ത് വളർത്തുന്നവരും നായേവല്ല. അമ്മയുടെ ബന്ധുക്കളെ അറിയുന്ന മക്കളുണ്ടോ? വാപ്പയുടെ മക്കളെ കുടുംബത്തെ അറിയുന്ന മക്കളുണ്ടോ? തന്റെ കുടുംബത്തിലെ ബന്ധുമിത്രാദികളെ തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം മക്കൾ നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, ഇന്ന് ആയുസ് കുറഞ്ഞു പോകുന്നതിന്റെ കാരണമെന്താ? 18, 20, 25 വയസ്സായ മക്കള് റോസാപ്പൂവിന്റെ ദളങ്ങൾ അടർന്നു വീഴുന്ന പോലെ നടുറോട്ടിലെ രക്തം ചിഹ്നിച്ചു തെറിയിട്ട് മരണപ്പെട്ടു പോകുന്നതിന്റെ കാരണമെന്താ? അവർക്ക് കുടുംബബന്ധം ചേർക്കാൻ അറിയില്ല. വാപ്പ പറന്നു കൊടുത്ത നിരീശ്വരത്തിന്റെ വടിയിലൂടെ അല്ലാതെ സ്നേഹത്തിന്റെ വടി പറന്നു പോലെ വിഷപ്പാമ്പിന്റെ വിഷം മാത്രം ചീറ്റുന്ന, ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന, ബന്ധങ്ങളെ അകത്തിക്കളയുന്ന ചിന്തയല്ലാതെ ആ മക്കളുടെ മനസ്സിലൊന്നുമില്ലാത്തത് കൊണ്ട് അല്ലാഹു റഹ്മാനാണ്. കുടുംബബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേരിൽ നിന്നുള്ള ഒരു പേരാണ്. എന്റെ പേരിൽ നിന്നുള്ള ഒരു പേരാണ് കുടുംബബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബബന്ധമെന്ന് റഹ്മെന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, അറബി ഭാഷയിൽ റഹ്മെന്ന് പറഞ്ഞ കുടുംബബന്ധമാണ്. കുടുംബബന്ധത്തിന് അല്ലാഹു
റസൂലിനോട് പറയുന്ന നബിയെ പറഞ്ഞു കൊടുക്കുക, വാപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, ആ ബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേരാണെന്ന് അല്ലാഹു പറയുന്നു. കുടുംബ ബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേരാണെന്നല്ല പറയുന്നു. എന്റെ പേരാണ് ഞാൻ കുടുംബ ബന്ധത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതത്ര ഒരു കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോവാനുള്ളതല്ല കുടുംബ ബന്ധം. ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം കിടന്നു, ബേബി ഹോസ്പിറ്റൽ, ഇത്രയും വലിയ ഓപ്പറേഷൻ ആയിട്ട് പോലും ഒരു വാക്ക് അവൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവനുമായി പിണങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാസങ്ങളോളം വർഷങ്ങളോളം പിണങ്ങിക്കഴിയാനുള്ളതല്ല കുടുംബ ബന്ധം. അതിന് അല്ലാഹു പറയുന്നു, അതിന് തിരിക്കുന്നത് എന്ത് പേരാ? കുടുംബ ബന്ധത്തിന്റെ അറബി പേര് അള്ളാഹുവിന്റെ പേരാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്ന സമം വസലഹാ വസൽതുഹു, ആരാണ് ആ കുടുംബത്തെ ചേർക്കുന്നത് അവൻ എന്നെ ചേർത്തവനാണ്. ആരാണ് ആ കുടുംബത്തെ മുറിക്കുന്നത്, ആരാണ് ആ ബന്ധത്തെ നശിപ്പിക്കുന്നത് അവൻ എന്നെ നശിപ്പിച്ചവനാണ്, എന്നോട് പിണങ്ങിയവനാണ്. അവനെ ഞാനും പിണങ്ങിയിരിക്കുന്നെന്ന്, അവനോട് ഞാനും പിണങ്ങിയിരിക്കുന്നെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ആഗ്രഹമുണ്ടോ കോഴിക്കോടുകാരാ? അല്ലാഹുവിനോട് പിണങ്ങാൻ ആഗ്രഹമുണ്ടോ? പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ നമ്മരിച്ച് ഞാനും നിങ്ങളും പൊട്ടിക്കരയുന്നത്? അല്ലാഹു പറയുന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ഉപ്പയുടെ കുടുംബത്തിൽപ്പെട്ടവരോട് നിങ്ങൾ പിണങ്ങിക്കിടന്നോ? അവനുമായുള്ള ബന്ധം ഞാനും മുറിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മുറിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പാടിയ ഒരു മനോഹരമായ കവിത ഓർത്തു പോകുകയാ. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ കഥ പറയാൻ ആർക്കാണറിയാ? നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ സഫ് കെട്ടി നിൽക്കുന്നു. അടുത്ത് നിൽക്കുന്നത് തന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ പുറകെ നിൽക്കുന്നവരത്തിനെ പിടിച്ച് ഫ്രണ്ടിലോട്ടേക്ക്, നീ എവിടെ നിന്നോടാ? എന്താ അങ്ങനെ? അതിന്റെ എളാപ്പായ പാപ്പാനെടുത്ത് നിൽക്കൂല, എളാപ്പനെടുത്ത് നിൽക്കൂല, കുടുംബത്തിൽപ്പെട്ടവരെടുത്ത് നിൽക്കൂല. പരസ്പരം ഏറ്റവും അധികം നിങ്ങൾ വെറുക്കുന്നത് കുടുംബക്കാരോടാണ്. അതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം അയൽവാസികളെയാണ്. കൊച്ചാപ്പാട മക്കളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ കൂട്ടുകാരെയല്ലേ? ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കൂട്ടുകാർ ശരിയാ ഉസ്താദ്, അവരെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഓടി വരും, മറ്റവരങ്ങനെ വരില്ല. വരണ്ട, അവര് വരാതിരിക്കുമ്പോഴാണ് അങ്ങോട്ട് സ്നേഹം കൊടുക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മദീനയുടെ മലർവാടിയുടെ വെറും ഒരു ആശിക്കായി മാത്രം പരിചയപ്പെടാനുള്ള ഒരാളല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിൽ കേരളക്കരയിൽ നിന്ന് കടന്നുപോയി അത്ഭുതം സൃഷ്ടിച്ച ഒരു ആശിഖു റസൂലാണ് എന്നതിനപ്പുറം ഉമർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ ഒരുപാട് കവിതകൾ സമർപ്പിച്ചിട്ടുണ്ട്. രസകരവും കൗതുകകരവും പഠനാർഹവുമായ കവിത. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അലിഫുൽ ഖാരിബി ഫി സമാനി കബിൽ ഖലബ് ഫസാറൽ അഖറബൂന ഖാരിബാ. ഇവിടെ നിങ്ങൾ രണ്ട് വാക്കുകൾ പഠിക്കേണ്ടതുണ്ട് അറബിയിൽ. ഒന്ന്, അഖറബ് എന്ന് പറഞ്ഞാൽ വക്കിൽ, പിന്നെ കുടുംബം എന്നാണ് അർത്ഥം. അഖറബ് എന്ന് പറഞ്ഞാൽ ആദ്യം അലിഫ് വരണം, അങ്ങനത്തെ അഖറബാണ്, രണ്ട് പുള്ളിയുള്ള ഖാഫ്. അഖറബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണ് അർത്ഥം? കുടുംബക്കാർ എന്നാണ് അർത്ഥം, കുടുംബം എന്നാണ്. ഈ അലിഫിനെ മാറ്റിയിട്ട് അവിടെ ഐനിട്ട് കൊടുത്താലോ? അലിഫിനെ മാറ്റിയിട്ട് അവിടെ ഐനിട്ട് കൊടുത്താലോ? അലിഫ് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഐനിട്ട് കൊടുത്താൽ അഖറബ് എന്ന് വായിക്കും. അപ്പൊ അർത്ഥം എന്താണെന്നറിയോ? തേള് എന്നാവും. തേളെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് ഉണ്ടെന്ന് പറയുന്നു, കബറിനകത്തുണ്ടെന്ന് പറയുന്നു. നമ്മൾ കാണുന്ന സാധാരണ കറുത്തതും പല നിറത്തിലുള്ളതായ പലവിധ തേളുകളുണ്ട് വിഷത്തിന്റെ. അപ്പോ അഖറബ് എന്ന അലിഫിട്ട് പറഞ്ഞാൽ കുടുംബം, ഐനിട്ട് പറഞ്ഞാൽ തേള്. ഇതാണ് ആ രണ്ട് വാക്ക്. അത് പഠിച്ചു വെച്ചിരുന്നാ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അലിഫുൽ അഖാരിബി ഫി സമാനി ഖദിൻ ഖലബ്, അലിഫുൽ അഖാരിബി ഫി സമാനി ഖദിൻ ഖലബ്. ഈ കാലഘട്ടത്തിൽ അഖറബ് എന്ന് പറയുന്ന കുടുംബം എന്ന അറബി വാക്കിന്റെ അലിഫുണ്ടല്ലോ, അത് മാറിയിട്ട് ഐനായി വന്നിരിക്കുന്നു. ഐനം ഫസാറൽ അഖറബൂന ഖാരിബാ. അഖറബ് എന്ന് പറയുന്ന കുടുംബമുണ്ടല്ലോ, അലിഫ് മാറി ഐനായിട്ട് ഇന്ന് തേളുകളായി മാറി. സ്നേഹാനില്ല, വിഷം നിൽക്കുന്ന തേളുകളായി മാറി, പരസ്പരം കടിച്ചു കീറുന്ന തേളുകളായി മാറി, പരസ്പരം സ്നേഹമില്ലാത്ത വിഷപ്പല്ലുകളായി മാറി. അല്ലാഹു പടച്ചതമ്പുരാനെ കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവരൊക്കെ സഹായിക്കുമാറാകട്ടെ. കാര്യമായി എല്ലാവരും ചെയ്തു കൊടുക്കുക. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ സുദഖ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വലിയൊരു സുദഖയായി ഈ പുണ്യമാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് കുടുംബങ്ങൾക്ക് പരസ്പരം സ്നേഹം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ പറയോ, അത് എളാപ്പാന്റെ മക്കളാ, അവര് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അവരുമായി ഓടണം, ചാടണം, കളിക്കണം. നമ്മൾ പറയില്ല. നമ്മൾ പറയും, അവന്റെ വീട്ടിൽ പോകരുത്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അവന്റെ കൂടെ കളിക്കരുത്. എന്തുകൊണ്ട്? സ്വാർത്ഥതയാണ്. എന്റെ മക്കൾ നല്ല സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ അനുജന്റെ മക്കൾ അതേ സ്കൂളിൽ പഠിക്കാൻ പാടില്ല. എല്ലാ സഹോദരിമാരും ഈ കോഴിക്കോട് ഈ മനോഹരമായ നഗരിയിൽ വന്നിരിക്കുന്ന സർവ്വ സഹോദരിമാരും ചിന്തിക്കുന്നത്, എന്റെ നാത്തൂന്റെ മക്കൾ, എന്റെ ഭർത്താവിന്റെ അനുജന്റെ മക്കൾ, എന്റെ അനുജത്തിയുടെ മക്കൾ, അവരൊന്നും ഞങ്ങൾ അത്രത്തോളം വളരാനും ഉയരാനും പാടില്ല എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ കുറെ ആളുകൾ പറയുന്നു, ഉസ്താദേ ഞങ്ങൾ എത്ര ഗുണം ചെയ്തിട്ടും കാര്യമില്ല, അവരാരും അങ്ങോട്ടങ്ങനെ ചെയ്യലില്ല. പിന്നെ ഞാനിത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ മോളെ കല്യാണത്തിന്റെ അന്ന് അയാൾ ഒരു 50,000 കൊണ്ട് തന്നു എന്റെ അനുജൻ. അതുകൊണ്ട് എന്റെ മോളെ കല്യാണത്തിന് എനിക്ക് റൂഹുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തിരിക്കും. അതാണ് ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. എന്റെ വാപ്പ മരിച്ചപ്പോ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച ഉടൻ എന്റെ പ്രിയപ്പെട്ട എളാപ്പാടെ മകൻ എന്റെ മുമ്പ് ഒന്ന് നോക്കിയിട്ട് അപ്പോഴും തന്നെ പോയി, ഒന്നും നിന്നില്ല. എന്റെ വീട്ടിൽ ഒരു ദിവസം കഴിഞ്ഞുകൂടിയില്ല. വാപ്പാടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 3-നും 7-നും ഒക്കെ വീട്ടിൽ നടത്തിയ ദിക്റിലും സലാത്തിലും ഒന്നിലും അവനില്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ വാപ്പ മരിക്കുമ്പോഴും കബറിലിറക്കി വെച്ച ഉടനെ ഞാൻ പോകും, 1 മിനിറ്റ് കൂടുതൽ ഞാൻ നിൽക്കില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബന്ധത്തിന്റെ അവസ്ഥ. കല്യാണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് അവൻ എപ്പോഴാണോ വന്നത് അതേ ടൈം നോക്കിയിട്ട് തിരിച്ചങ്ങോട്ടും പോകും. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ ഇച്ചിരി വീര്യം കൂടുതൽ നമ്മുടെ സഹോദരിമാർക്കാണ്. സഹോദരിമാരെന്ന് പറഞ്ഞാൽ വൈരാഗ്യമുണ്ടല്ലോ, അത് മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുകച്ച് ജീവിച്ചിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈരാഗ്യമുള്ള സഹോദരി മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും കയറിയിട്ട് 2 ഇടി കൊടുക്കും. എന്നിട്ടും ഒരു മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് വീര്യവും വാശിയും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന 100 കണക്കിന് സഹോദരിമാരുണ്ട്. അള്ളാന്റെ സ്വർഗം എന്റെ പൊന്നുമോളെ നിനക്ക് കിട്ടൂല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിച്ച് നിസ്കാരത്തേഴുമ്പോൾ നെറ്റിയിൽ വരുത്തി തസ്ബീഹ് കൈവച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമൊന്നുമല്ല. കുടുംബ ബന്ധത്തിന് അള്ളാഹ് കൊടുത്തിരിക്കുന്ന പേര് അള്ളാഹുവിന്റെ പേരാണ്. ആ കുടുംബ ബന്ധത്തിൽ വീഴ്ചയുള്ളവർ ഉറപ്പായി ഞാൻ പറയുന്നു, സ്വഹീഹായ ഹദീസുകളായി ഇനി പറയുന്ന മുഴുവനും അള്ളാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല, ഉറപ്പാണ്. നിങ്ങൾ കഅബയെ പോയി എത്ര നെറ്റിത്തട ഉടിച്ചാലും ഹജറസ്വത എടുത്തുകൊണ്ടൊന്ന് വീട്ടിൽ ഓഫീസ് റൂമിൽ വെച്ച് മുത്തം കിട്ടൂല. കുടുംബത്തിൽ പിണങ്ങി കഴിയുന്നവരുമായി ഇണങ്ങുന്നത് വരെ നിങ്ങൾക്ക് അള്ളാന്റെ പൊരുത്തോ സ്വർഗോ തൃപ്തി ഒന്നുമില്ല. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് ചെയ്യലല്ല, ഇങ്ങോട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ട് ചെയ്യലല്ല, മറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യലിന് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയൂല. അതിന് പ്രത്യുപകാരം എന്നാണ് പറയാ. വലാകിന്നൽ വാസിലുൽ ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹാ. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവരിങ്ങോട്ട് പിണങ്ങിയാ നീ അങ്ങോട്ട് ഇണങ്ങലാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് പിണങ്ങലാണ്, ഇങ്ങോട്ടൊരു കാര്യത്തിനും സഹകരിക്കുന്നില്ല, ഇങ്ങോട്ടൊരു കാര്യത്തിനും വരുന്നില്ല. എന്നാലും അങ്ങോട്ട് പോകുന്നതല്ല. എന്റെ കുഞ്ഞുമ്മയല്ലേ, എന്റെ എളാമ്മയല്ലേ, എന്റെ ഉപ്പുപ്പയല്ലേ, എന്റെ മൂത്തുമ്മയല്ലേ, എന്റെ അനുജനല്ലേ, അനുജന്റെ ഭാര്യയും കുടുംബവുമല്ലേ, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ ബന്ധുക്കളല്ലേ, എന്റെ ഉമ്മ വഴിയായുള്ള ബന്ധുക്കളല്ലേ, വാപ്പ വഴിയായുള്ള ബന്ധുക്കളല്ലേ. അവര് പിണങ്ങട്ടെ, അവര് തർക്കിക്കട്ടെ, അവര് വഴക്കിടട്ടെ, പക്ഷേ ഞാൻ പിരിഞ്ഞു പോകില്ല, ഞാൻ പിരിഞ്ഞു പോകില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇടിച്ചു കയറിയിട്ടൊരു സ്നേഹബന്ധം കിട്ടുന്നവരാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവരെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. മുത്തുനബി തങ്ങളുടെ മുമ്പ് ഒരാൾ പൊട്ടിക്കിടന്ന ഒരു രഹാദി, യാ റസൂലല്ലാഹ്, നബിയേ നബിയെ എനിക്ക് പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ, റസൂല്, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാര് ഒരു ചെറിയ വിഷയം എനിക്കുണ്ടായ എന്നോട് അവർ പിണങ്ങുകയാണ് നബിയെ. ഞാൻ അറിവില്ലാത്തവനല്ലേ, ഞാൻ പാവപ്പെട്ടവനല്ലേ, എനിക്കൊരുപാട് പണമില്ല നബിയെ, എനിക്കൊരുപാട് കൊട്ടാരമില്ല നബിയെ, പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് അല്ലാഹുവെ പേടിയാണ് നബിയെ, എനിക്ക് സ്വർഗം വേണം നബിയെ.
പടച്ചവന്റെ റസൂലേ, കുടുംബബന്ധം മുറിക്കുന്നവർക്ക് സ്വർഗമില്ലെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് റസൂലേ, എനിക്ക് പേടിയാണ്. അസിലുഹും, ഞാൻ എന്റെ കുടുംബത്തിൽ പോയി എന്നോട് പിണങ്ങിയിരിക്കുന്നവരോട് ഞാൻ ഇണങ്ങും നബിയെ, ഞാൻ അവരോട് സംസാരിക്കും നബിയെ, ഞാൻ അവിടെ കാര്യത്തിൽ ഇടപെടും നബിയെ. പക്ഷേ വയക്കത്തവൂനീ, അവരെന്നോട് പിണങ്ങുന്ന നബിയെ, അവര് വിളിക്കാത്ത നിക്കാഹിന് ഞാൻ പോകും നബിയെ, പക്ഷേ എന്നെ അവരകത്ത് കയറ്റിയിരുത്തൂല നബിയെ. അവരെ വീട്ടിൽ സന്തോഷം വന്നാൽ ഞാൻ ഓടിപ്പോകും നബിയെ എന്ന് വിളിച്ചിട്ട് പോകുന്നതല്ല. എങ്കിലും എന്റെ കുടുംബമല്ലേ എന്ന് പറഞ്ഞ് ആട്ടിയോടിച്ചാലും കല്ലെറിഞ്ഞാലും പിണങ്ങിയാലും ഞാൻ കയറി കയറി ചെല്ലും നബിയെ. പക്ഷേ വയുസീബൂന ഇലയ്യ, അവരെന്നെ ഉപദ്രവിക്കും നബിയെ. വയുഹ്സിനുനയിലേക്കും, ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കും നബിയെ. വയുഹ്സിനൂന ഇലൈഹിം, ഞാൻ അവർക്ക് ഗുണം ചെയ്യും നബിയെ. എന്റെ മക്കളെ ഞാൻ അവരെ വിപരം നബിയെ. അവര് സുഖമില്ലാതെ കിടന്നാൽ അവർക്ക് ഞാൻ സഹായം ചെയ്തു കൊടുക്കും നബിയെ. അവര് പട്ടിണിയാണെന്നറിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും നബിയെ. പക്ഷെ എന്നോടൊരു സ്നേഹമില്ല നബിയെ. ഞാൻ ചെറ്റക്കു കിടക്കുന്നവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ വിദ്യാഭ്യാസം കുറഞ്ഞവനാണ്. എത്രയോ ആളുകൾ ഈ കസേരയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ശരിയാണ് സാറ്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഏതാണ് സാറ്, എന്റെ വീട്ടിനകത്ത് എനിക്കൊരു വിലയുമില്ല, ഞാൻ കടന്നു ചെല്ലുമ്പോ പാവപ്പെട്ടവനാണ്, പൈസയില്ലാത്തവനാണ്, ഒന്നിനും എന്നെ കൂട്ടലില്ല, എന്നെ അവഗണിക്കലാണ്, എന്നെ ഒഴിവാക്കലാണ്, എന്നെ കുറ്റപ്പെടുത്തലാണെന്ന് നീറുന്ന മനസ്സോടെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ മുത്തുനബിയോട് വന്നിട്ട് പറയുന്ന നബിയെ, ഞാൻ അങ്ങോട്ട് പോകലുണ്ട് നബിയെ, ഞാൻ അവിടെ പോയി സംസാരിക്കലുണ്ട് നബിയെ, ഞാൻ അവരോട് സർവ്വകാര്യങ്ങളിലും ബന്ധപ്പെടേണ്ട നബിയെ. പക്ഷെ അവര് ഞാനുമായി പിണക്കത്തിലാണ്, എന്റെ അടുത്ത് അവര് മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തറസൂലിന്റെ ബന്ധത്തിന്റെ വിലയറിയാം, മുത്തറസൂലിന് ബന്ധത്തിന്റെ വിലയറിയാം. കല്ലെറിഞ്ഞുപോലെ അബൂജഹൽ പനി പിടിച്ച് കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ഇറങ്ങി ഓടിയതാരാ? അള്ളാന്റെ റസൂലേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിൽ വെച്ച് തന്നെ ഉപദ്രവിച്ച പ്രിയപ്പെട്ട സഹോദരി സുഖമില്ലാതെ കിടന്നുപോയി എന്നറിഞ്ഞപ്പോ സങ്കടത്തോടെ പടച്ചവനോട് ആഫിയത്തിന് ദുആ ചെയ്ത കാരുണ്യത്തിന്റെ നിറമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ് പുഴുത്തുനാറുന്ന മൂന്നൊട്ടിന്റെ കുൽമാലയാണ്. പറയാനെന്ത് രസമാണ്, പറയാനെന്ത് രസമാണ്. ഒരൊട്ടകത്തിന്റെ കുടൽമാല പോലെ അതിന്റെ ഭാരം താങ്ങാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നൊട്ടിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അള്ളാന്റെ റസൂലിന്റെ കഴുത്തിലിട്ട് കൊടുത്ത് സുജൂദിൽ എഴുന്നേക്കാൻ കഴിയുന്നില്ല. ആ മുത്തുതങ്ങൾ എന്നിട്ട് അവർക്കെതിരെ ദുആ ചെയ്തില്ല. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ കാരുണ്യം എവിടെ പോയി, ആ സ്നേഹം എവിടെ പോയി? കല്യാണത്തിന് വിളിച്ചില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് മാസങ്ങളോളം എന്റെ പ്രിയപ്പെട്ട തലയിൽ തട്ടമിട്ട പെണ്ണെ, നീ ആരോടാ പിണങ്ങിക്കഴിയുന്നത്? ആർക്ക് വേണ്ടിയാ പിന്നെ നിസ്കരിക്കുന്നത്? ആരെ കാണാനാ പിന്നെ മക്കത്ത് പോകുന്നത്? പിന്നെ എന്ത് ധൈര്യത്തിലാ ആറടി മണ്ണിന്റെ അകത്തളത്ത് പൊന്നുമോളെ നീ ചെന്ന് കിടക്കാൻ പോകുന്നത്? അള്ളാന്റെ റസൂലിന്റെ ബന്ധത്തിന്റെ വിലയേറിയ മുത്തുനബിയെ സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ കുടുംബക്കാരനെ ആട്ടിയോടിക്കുന്ന നബിയെ, എന്നെ പരിഗണിക്കുന്നില്ല നബിയെ, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല നബിയെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നബിയെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറകണ്ണുകളോടെ പറയുന്നു, ഇൻകുന്ത കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, ഇപ്പൊ നീ അവതരിപ്പിച്ചല്ലോ, അത് സത്യസന്ധമായ വർത്തമാനമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇൻകുന്ത കമാ ഖുൽത ഫഅന്നമാ തുസ്ഫിഉൽ മല്ലാ, നരകത്തിന്റെ കനൽക്കട്ട പിന്നിക്കുന്നത് പോലെയാണ്. നീ അവരോട് എപ്പോഴൊക്കെ ഇണങ്ങാൻ ചെല്ലുമോ അപ്പോഴൊക്കെ നിന്നോടവർ പിണങ്ങി കഴിയുന്നുണ്ടോ? നരകം ആടി വിളിക്കുന്നുണ്ടടാ കണ്ണീരോട്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ കുടുംബക്കാര് നിന്നോട് പിണക്കമെന്ന് പറഞ്ഞ് നിന്നെ ആട്ടി ഓടിക്കുമ്പോഴും ഇക്കാ ഞാൻ പോവുക, ഞാൻ പോവില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമാ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ആ കുടുംബ ബന്ധത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് കയറി ചെല്ലുന്നവനെ നാണമില്ലാതെ മാനമില്ലാതെ വീണ്ടും കയറി വരുന്നോടാണ് പറഞ്ഞവര് കല്ലെറിഞ്ഞാലും പൊന്നുമോനെ നിനക്കല്ലാന്റെ അടുത്ത് പ്രതിഫലമാണ്. പക്ഷേ അവരെ നരകം വിളിക്കുന്ന സ്വഭാവമാണത്. നരകത്തിന്റെ കത്തിക്കാവുന്ന വെണ്ണീര് പിന്നുന്ന പോലെയാണവർ അല്ലാഹുവിന്റെ കോടതിയിലും മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് സ്നേഹമാണ് ചെറുതിലെ. എന്റെ വീട്ടിൽ 4 ആമക്കൾ, ആലോചിച്ച് നോക്കിയ. ചില സമയത്ത് അവർ 4 പേരും കൂടി വട്ടം കൂടിയിരുന്ന് കളിക്കുന്ന കാണുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോകും. അതൊക്കെ നമ്മൾ ചിന്തിക്കാനാണ്. നമ്മുടെ മക്കളുടെ ജീവിതവും അവരെ സംഭാഷണമൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ളത്. നിങ്ങളൊന്ന് തുറന്ന മനസ്സോട് ആലോചിച്ച് നോക്കിയേ.
ഇക്കാന്ന് വിളിച്ചിട്ട് മൂത്തവന്റെ അടുത്ത് ഏറ്റവും ഇളയവൻ ചെന്നിട്ട് കളിപ്പാട്ടം പൊട്ടിക്കുന്നു, കളിക്കുന്നു, ആനകളി, ഇതൊക്കെ കാണുമ്പോ ചിന്തിച്ചൂടെ? കുറെ വർഷം കഴിയുമ്പോ ഇവരാണ് പരസ്പരം ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കോടതി കയറുന്നത്. കുറെ വർഷം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അല്ലേ? ആലോചിച്ചു കേട്ടോ. പാറ കളിക്കുന്നു, ആന കളിക്കുന്നു, കുതിര കളിക്കുന്നു. ഇക്ക വാതയെന്നൊക്കെ വിളിച്ചാൽ ഇക്ക വാത കളിക്കുമ്പോ ഓടി വരുന്നു, കളിക്കുന്നു. എന്തെങ്കിലും വീണ് കയ്യോ കാലോ മുറിയുമ്പോ പിന്നെ ഇക്കമാര് കൂടിയിട്ട് ചേർന്നിരുന്ന അവനെ പോട്ടടാ സങ്കടപ്പെടേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞ് മുത്തം കുടുംബം കാണുമ്പോ ചങ്ക് പൊട്ടാണ്. നാളെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മക്കളല്ലേ നമ്മുടെ വീടിന്റെ മുമ്പിലെ വഴിയുടെ വിഷയത്തിൽ 1/2 സെന്റിന് വേണ്ടി 1 സെന്റിന് വേണ്ടി തമ്മിലടിക്കുന്നത്. ഇന്ന് അതല്ലേ നമ്മൾ കാണുക. പണ്ട് നിങ്ങൾ ചിന്തിച്ച് ഇന്ന് നിങ്ങൾ ജ്യേഷ്ഠനുമായി എത്ര അകലത്തിലാണ്. അന്ന് എങ്ങനെയായിരുന്നു? മദ്രസ ഒരുമിച്ച് പോകുന്നു, മഴ പെയ്യുമ്പോ ഞാൻ നനഞ്ഞാലും എന്റെ അനുജൻ നനയാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊട അങ്ങോട്ട് ചരിച്ചു പിടിച്ചു കൊടുക്കുന്നു. പരസ്പരം മദ്രസ വിടുമ്പോ ഓടിപ്പോവല്ലേ എന്ന് പറഞ്ഞ് ഇക്കാന്റെ കൂടെ അനുജന്റെ കൂടെ ഒരുമിച്ച് ഓടി വരുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ 100 കണക്കിന് കഥകൾ പറയുന്ന കുഞ്ഞു കുടുംബ മക്കളെ നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അവർ വളരുമ്പോ ഇങ്ങനെ ചേരിതിരിഞ്ഞു പോകുന്നു? അതിനിടയിൽ സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, പണം, അധികാരം, ഇതൊക്കെയും അതിനിടയിൽ കടന്നു വരുമ്പോൾ കൂടപ്പറപ്പിന്റെ ബന്ധത്തിന്റെ വില അവിടെ നഷ്ടമായി പോകുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ, വാപ്പാക്ക് ഇത്ര അനുജന്മാരുണ്ടടാ, ഇത്ര പെങ്ങന്മാരുണ്ട് മോനെ, നിന്റെ എളാമ്മയാണ്, അല്ലെങ്കിൽ നിന്റെ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന പോലെ അമ്മാവിയാണ്. അങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞ് പരിചയപ്പെടുത്തി പെരുന്നാളൊക്കെ ആവുമ്പോൾ അവരെ പോയി കണ്ട് പിന്നെ റബീഉൽ അവ്വലിന്റെ പിന്നെ നബിദിന മാസമൊക്കെ വരുമ്പോ വീട്ടിലൊരു മൗലിദ് നടത്തിയിട്ട് ഒന്ന് കുളിച്ചുകൂട്ടി. ആചാരം ഒന്നാം തീയതി ആചാരയുടെ മൗലിദ്, സിംസാലക്ക് ഉദവിയൊക്കെ വരുന്നു. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സമസ്തയുടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, എല്ലാവരും കൂടി വട്ടം കൂടി ഒരു മൗലിദ് വീട്ടിൽ ഓതാന്ന് പറഞ്ഞ ഈ കാര്യമൊന്നുമല്ല. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. എല്ലാ വീട്ടിലും നടത്തണം. ഞാൻ എന്റെ വീട്ടിൽ നടത്തി റബീഉൽ അവ്വൽ 4 നടത്തി. നിങ്ങളെ വീട്ടിൽ നടത്തണം ചെറിയ മൗലിദ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ഉള്ള സാമ്പത്തികം വെച്ചിട്ട് അതനുസരിച്ച് നടത്തണം. എന്റെ വീട്ടിൽ മൗലിദ് നടത്തിയപ്പോൾ സംഭവം നടന്നു. നമ്മുടെ ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ കുറച്ച് ദായികൾ ഒരു 10, 28, 30 ഉസ്താദന്മാർ അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. തെക്കൻ കേരളം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി പള്ളികളിലൊക്കെ പോയി അതിന്റെ നസീഹത്തും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കുറെ ഉസ്താദന്മാർ. അതിൽപ്പെട്ട നമ്മളെ ഫൈറൂസ് വൈസി അതുപോലെ 1-2 ഉസ്താദന്മാർ ചെറിയങ്കീഴ് വന്നപ്പോ അവിടുത്തെ പള്ളിയിലെ ഖത്തീബിനടുത്ത് പറഞ്ഞു, നമുക്ക് ബാക്കിയുടെ വീട്ടിലൊന്ന് പോകണം, മൂപ്പരൊന്ന് കാണണം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം, സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. അപ്പൊ വൈസ് പറഞ്ഞു, എന്തായാലും നമുക്ക് വൈകുന്നേരം ഒന്ന് പോവാം, അവിടെ ഒരു മൗലിദ് ഉണ്ടെന്ന്. അപ്പൊ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടു, ബാക്കി വീട്ടിൽ മൗലിദ് വെറുതെ അങ്ങനെ നടക്കും. അങ്ങനെ ഒരു വീട്ടിൽ വന്നു വൈകുന്നേരം. അപ്പോ മൗലിദ് നടത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് ഉസ്താദന്മാരല്ലേ കൈമടക്കൊക്കെ കൊടുത്തു കാര്യമായിട്ട്. എന്നിട്ട് വീട്ടിലിരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റ് മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തിനാ? അല്ല ഉസ്താദ്, ഈ സാധാരണ ആൾക്കാർ പറയണത് ഈ മൗലിദ് ഓതാൻ പറയുന്നവർ വീട്ടിൽ ഓതലില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഓതിയപ്പോ നിങ്ങളെ കൂടെ നമ്മൾ ഓതിയില്ല, അപ്പൊ ഒന്ന് പിടിച്ചിട്ട് ഈ പറയുന്നവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനത് നടത്തിയെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആ ഒരു ധാരണ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അത് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അത് മാറ്റണം. നമ്മുടെ വീട്ടിലിപ്പോ എല്ലാവരും വിളിക്കണമെന്നില്ല, നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടത്താം. എന്ത് ബറക്കത്തും എന്ത് രസവുമാണത്, എത്ര പുണ്യമാണ്, നല്ല സന്തോഷമാണ്. ഒരുമിച്ച് കൂടി കുടുംബക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ റാഹത്താണ്. എത്ര ആയുസ് അല്ലാഹു നമുക്ക് നീട്ടിത്തരും, എത്ര ബറക്കത്തുണ്ടാകും, എത്ര ഐശ്വര്യമുണ്ടാകും, നമ്മുടെ ഭക്ഷണത്തിന് എത്ര പുണ്യമുണ്ടാവും. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതൊക്കെ നമ്മൾ നടത്തണം, നമ്മൾ ചെയ്യണം. അതൊന്നും മറ്റൊരാളല്ല ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ എവിടെ ഇറങ്ങിപ്പോയാലും നിനക്ക് സങ്കടമില്ല. നിന്റെ കുടുംബത്തിനോട്, നിന്റെ ബന്ധുക്കളോട് നീ അങ്ങോട്ട് പോയിട്ട് നിന്റെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അവർ നിന്നെ അവഗണിച്ചെങ്കിൽ അവർക്കാണ് അദാബ്, നിനക്കല്ല മോനെ, അവർക്കാണ് ശിക്ഷ, നിനക്കല്ല. എന്നിട്ട് മുത്ത റസൂല് പറഞ്ഞ റഹ്മു അല്ലക്കും ബിൽ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനത്തില് റഹ്മെന്ന് പറയുന്ന കുടുംബബന്ധത്തെ അല്ലാഹു ഒരു രൂപമാക്കി കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനത്തില് കുടുംബബന്ധത്തെ ഒരു രൂപമാക്കി കെട്ടിയിട്ടിരിക്കുകയാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വസലനീ വസലഹുല്ലാഹ് വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്. ആര് എന്നെ ചേർക്കുന്നുവോ അവരെ അല്ലാഹു ചേർക്കട്ടെ. എന്തിനാണ് ഈ ദുആ പോലെ എന്റെ മുഅ്മിനീങ്ങളെ നമുക്ക് എന്തിനാണ് വില നോക്കുന്നത്, നോക്കുന്നത്, എന്തിനാണ് സ്ഥാനമാനം നോക്കുന്നത്? ഇന്ന് രാത്രി തന്നെ റബീഉൽ അവ്വൽ മുമ്പ് തന്നെ നിന്റെ കുടുംബത്തിൽ ആരൊക്കെയാണ്
പിണങ്ങിക്കഴിയുന്നത്. അവരോട് ഫോണിലൂടെയെങ്കിലും ഒരു സലാം പറഞ്ഞിട്ട് ഇനി എനിക്ക് പിണക്കമില്ല, ഇനി എനിക്ക് പിണക്കമില്ല എന്ന് ധൈര്യസകരം പിണങ്ങിയില്ല എങ്കിൽ എന്റെ മോഹിനികളെ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല കുടുംബബന്ധം മുറിക്കുന്നവർക്ക് സ്വർഗത്തിലിടമില്ല. ഇത് പറഞ്ഞത് മുത്ത് റസൂലാ, ഇത് സ്വഹീഹായ ഹദീസാ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. എന്റെ കോഴിക്കോട് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലിടമില്ല. നിങ്ങളുടെ നിസ്കാരപ്പടമ്പല്ല പെങ്ങള്, നിങ്ങളുടെ വസ്ത്രധാരണമല്ല പെങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സംഭാഷണവും നിങ്ങളുടെ ബന്ധവും അല്ലാഹു പരിശോധിക്കുമ്പോ നിങ്ങൾ എത്രയോ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കള്, അല്ലാഹുവേ ഭർത്താവിന്റെ ബന്ധുക്കള്, അവരുമാര് പിണക്കത്തിലായി കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് നിസ്കരിക്കുന്നത് പൊന്നുമോളെ? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. സ്വർഗം കൊതിക്കുന്നവരല്ലേ നമ്മള്? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ആകാശഭൂമിയുടെ വിശാലതയുള്ള, അതിലേറെ വിശാലതയുള്ള സ്വർഗത്തിന്റെ ഉദ്ഘാടനം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നു. കാരണം വെക്കാനുള്ള യോഗ്യതയില്ലാതെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക? നിൽക്കുന്നവരോട് പിണങ്ങിക്കടിയല്ലേ? എന്ത് ത്യാഗം ചെയ്തു ആ പിണക്കം നിങ്ങൾ മാറ്റണേ. ഇണങ്ങാതെ ജീവിക്കല്ലേ, ഇണങ്ങാതെ മരിക്കല്ലേ. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് അവരാരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ല. പടച്ചവനെ ഞങ്ങളെ കാക്കണയല്ല. ഇനി പറയാൻ പോകുന്നു, എന്റെ കോഴിക്കോടുകാരാ നിങ്ങളുടെ ബന്ധത്തിന്റെ വില പറയാൻ പോകുന്നു. ആദ്യം ആരെയാണ് ഗൗനിക്കേണ്ടത്? ആരെയാദ്യമാണ് ചേർക്കേണ്ടത്? എവിടെയാണ് ആദ്യമായിട്ട് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? വ്യക്തമായി പറയാൻ പോകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഇനി ബന്ധങ്ങൾ എന്ത്, ബന്ധുക്കൾ ആര് എന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഒരു ലാഘവം അല്ലാഹുവേ എരിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മോശം എന്റെ കുടുംബം കഴിഞ്ഞതല്ലേ? ചിന്തിക്കണം. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ വെറും പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ വട്ടപൂജ്യമായി പോകരുത്. ഇബാദത്ത് എവിടെ? സൽക്കർമ്മം എവിടെ? പുണ്യം എവിടെ? അള്ളാന്റെ മലക്കുകൾ പറയുന്നു, ഒന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം നിന്റെ കുടുംബത്തിൽ ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടുന്ന ഒരാളുമായി നീ പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇബ്ലീസ് നല്ല തന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ആ വിഷയത്തിൽ എത്രയോ വാദു പറയുന്ന ആളുകൾ അവരുടെ കുടുംബക്കാരുമായി പിണക്കത്തിലാണ്. എത്രയോ പള്ളിയിലെ ഖത്തീബുമാർ കുടുംബക്കാരുമായി പിണക്കം. എത്രയോ ദീനീ സംഘാപ്രവർത്തകർ, പള്ളി വെക്കുന്നവർ, മദ്രസ വെക്കുന്നവർ. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പിടിച്ചാൽ അവരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഇബ്ലീസിന് കഴിയും. അതുകൊണ്ടാണ് അവിടെ പിടിച്ചാൽ അവരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഇബ്ലീസിന് സാധിക്കും. അതുകൊണ്ട് ആ വിഷയം നമ്മളങ്ങനെ ശ്രദ്ധിക്കലില്ല. നമ്മൾ പറയും, ഓ അവരോട് പിണങ്ങിയെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒന്നും ചെയ്യൂല, അത്രയ്ക്ക് വൃത്തികെട്ട കൂട്ടരാ എന്ന് പറയും. നമുക്ക് പിണങ്ങിക്കഴിയുന്ന എല്ലാവരോടും നമുക്ക് വെറുപ്പാണ്. അവരെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കൂല. ആരോട് നമ്മൾ പിണങ്ങിക്കഴിയുന്നുണ്ടോ അവരെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ അംഗീകരിക്കൂല. അത് പിശാചിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഒന്നാമത് ഏറ്റവും വലിയ ബന്ധത്തിന്റെ ആണിക്കൽ ഏതാണ്? കുടുംബ ബന്ധത്തിന്റെ ഫൗണ്ടേഷൻ ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അനിസ്കുറുലീ വലിവാലിദൈ. അല്ല പറയുകയാണ്, ആകാശത്തെ പടച്ചവൻ ഞാനാണ്, ഭൂമിയെ പടച്ചവൻ ഞാനാണ്, നിനക്ക് ആയുസ് തന്നത്, ആരോഗ്യം തന്നത്, സമ്പത്ത് തന്നത്, സർവ്വതും തന്നത് ഞാനാണ്. അതുകൊണ്ട് എന്നോട് നീ നന്ദി കാണിക്കണേ, എനിക്ക് നീ നന്ദി കാണിക്കണേ, എനിക്ക് നമസ്കരിക്കണേ, എനിക്ക് നോമ്പിടിക്കണേ, എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യണേ. ഇത് പറഞ്ഞ പടച്ചവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാര്യം പറഞ്ഞു തീർന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞെന്തെന്നറിയോ? വലിവാലിദൈ വലിവാലിദൈ. നിന്റെ ഉമ്മയോടും നിന്റെ ഉപ്പയോടും നീ ആ ബാധ്യത പാലിക്കണേ. അള്ളാഹുവിൻ്റെത് കഴിഞ്ഞ ഉടൻ അടുത്ത രണ്ടാമത്തെ പോയിന്റ് അള്ളാഹു തന്നെ പറഞ്ഞത് ഉമ്മയും ഉപ്പയും എന്നാണ്. രണ്ടാമത്തെ സെക്ഷൻ അതാണ്, ഉമ്മയും ഉപ്പയും എന്നാണ്. ഒരു വീഴ്ചയും അവിടെ അള്ളാഹു വരുന്നില്ല. അള്ളാഹു കഴിഞ്ഞ ഉടൻ ഉമ്മയും ഉപ്പയും.
അപ്പോ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഫൗണ്ടേഷൻ ഇതാണ്. നമ്മളിന്ന് കൂട്ടുകാരോട് വലിയ സ്നേഹമാണ്. കൂട്ടുകാർ ഫോൺ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, എന്തടാ ഐ മിസ് യുടാ, ഇന്ന് കണ്ടില്ലല്ലോ, ഇന്നെന്താടാ ഗ്രൂപ്പിൽ വരാത്തത്, ഇന്നലെ എന്താ ഗ്രൂപ്പിൽ വരാത്തത്, നമ്മൾ ചോദിക്കൂലേ? അവന്റെ ഉമ്മായും വാപ്പായും വെള്ളം കുടിക്കാതെ വീടിനകത്ത് കിടക്കുന്നു. അവനൊന്നും ഉമ്മാടെയും വാപ്പാടെയും ഗ്രൂപ്പിൽ കയറിയിട്ട് സുഖമാണെന്ന് ചോദിക്കാൻ അവന് നേരം കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ചോദിക്കും, എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആർക്കാ? ഏറ്റവും അധികം. ഇപ്പൊ നൗഷാദ് ബാക്കി കുറെ ആളുകൾക്ക് ഗുണം ചെയ്തു, ഇല്ലെങ്കിൽ പിന്നെ ഫാത്തിമ അബ്ദുള്ള ഹാജി കുറെ ആളുകൾക്ക് ഗുണം ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഡയറി എടുത്തിട്ട് മലക്കുകൾ ഇങ്ങനെ നോക്കും. ഏറ്റവും അധികം അദ്ദേഹം ഗുണം ചെയ്തത് സ്ഥാപനത്തിനാണോ, അതല്ല മറ്റ് മേഖലകൾക്കാണോ, ഹോസ്പിറ്റലിനാണോ, മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ, ഏറ്റവും അധികം ചെയ്തത് ഏതിനാന്ന് നോക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും അധികം ചെയ്യേണ്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മക്ക് വേണ്ടിയാണ്. എടാ ഉമ്മയുടെ ഒരു ഫാത്തിമ അള്ളാഹു കൊടുത്തേ, ഉമ്മുക്ക നിന്റെ ഉമ്മാക്കാണ്. ഇത് ആരംഭ റസൂൽ പറഞ്ഞ മറുപടിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാ ചെയ്യേണ്ടത്. ഉമ്മ ഉമ്മ എന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാനൊരു 10 പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണെന്നറിയും. കാരണം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പലപ്പോഴും ഫോൺ വിളിക്കുമ്പോ പറയലുണ്ട്, നിങ്ങളങ്ങ് പോയാൽ മതിയല്ലോ, നിങ്ങളുടെ മൂത്ത മകൻ എന്നെ നോക്കി കണ്ണുരുട്ടി എന്റെ കൽബ് പൊട്ടിപ്പോയി എന്ന് പറയും. ചെറിയ പ്രായമാണ്. ഭാര്യയുടെ മുഖത്തേക്ക് അവനിങ്ങനെ രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ട് നോക്കിയാൽ പോലും അവർക്ക് സംഭവിച്ചില്ല. കാരണം ആ പ്രസവവും ആ വളർത്തലും ആ പാലൂത്തലും ആ പരിചരണവുമാണ്. അങ്ങനെയാണെങ്കിൽ 20, 25, 28, 30 വയസ്സായ മക്കൾ മലർത്തിക്കിടത്തിയിട്ട് ഉമ്മയെ ചവിട്ടുന്നതിന് ഉമ്മയുടെ മനസ്സിന്റെ ആ ഒരു മീറ്റൽ എത്രയായിരിക്കും? ഈ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ 3ാമത്തെ 10ലാണ് അള്ളാഹുവെ തൃശൂർ ജില്ലയുടെ വാടാനപ്പള്ളിയിൽ ഒരു ഉമ്മയെ അബ്ദുൽ ഹക്കീം എന്ന മകൻ ചവിട്ടിക്കൊന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്തിന്റെ പേരെയാ? നോമ്പ് കാലത്ത് 3 മണി മകൻ വീട്ടിൽ വന്ന് ചോറ് ചോദിച്ചു, പക്ഷെ കള്ളു കുടിച്ചിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ, റമളാൻ മാസം കാഫിര്യങ്ങൾക്ക് പോലും ഒരു ഗ്ലാസും കൂടാൻ ഉസ്താദുമാര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തരില്ല. പക്ഷേ മകൻ നിർബന്ധിച്ചപ്പോ മോനല്ലേ, നിയമം മറന്നു, ആദർശം മറന്നു. അല്ലാഹുവിനെക്കാളും തന്റെ വേദനയോ പ്രസച്ച പൊന്നുമോനെ ഇഷ്ടപ്പെട്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഉമ്മയെ അല്ലാഹുവേ ഭക്ഷണത്തിന് രുചിപോരെന്ന് പറഞ്ഞ് പാത്രം തട്ടിത്തെറിപ്പിച്ചിട്ട് നിലത്ത് വീണ പൊന്നുമയെ ചവിട്ടുമ്പോ, മോനെ എനിക്ക് നോമ്പാനടാ, പൊന്നുമോനെ ഉമ്മച്ചിക്ക് നോമ്പാനടാ, ഉമ്മച്ചിക്ക് നോമ്പാനടാ എന്ന് പറഞ്ഞ് കരണ്ട് വീരുന്നതിന് മുമ്പ് വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം, കിടപ്പിലേക്ക് കാലമർത്തിപ്പിടിച്ച് നായയെ പോലെ നാവ് പുറത്തു വന്ന ഉമ്മയെ മൈൻഡ് ചെയ്യാറ് ചവിട്ടിക്കുന്ന പൊന്നുപോലും കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലാണെങ്കിലല്ല, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. കുടുംബ ബന്ധത്തിന്റെ ആണിക്കല്ല് ഉമ്മ. ഏറ്റവും അധികം ഞാൻ ഗുണം ചെയ്യേണ്ടത് ആർക്കാ നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക് തന്നെയാ. 2 അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂക്ക എന്റെ വാപ്പാക്ക. വാപ്പ അത്ര മോശക്കാരനൊന്നുമല്ല. വാപ്പ അത്ര, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, നിന്നെ എത്ര ദിവസം വാപ്പച്ച് അടിച്ചിട്ടുണ്ട്, കാരണം ആജാതി ഗുരുത്തക്കേട് ചെറിയ പ്രാർത്ഥന ഞാൻ കാണിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം വാപ്പച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മോനെ. വാപ്പ മരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും അടിച്ച ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോ വാപ്പച്ചി വന്ന് അടിച്ച തടവും, എന്നിട്ട് നമ്മുടെ കവിളത്ത് മുത്തം തരും. വേണ്ടായിരുന്നു പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. നമ്മളെ മക്കളടിച്ചാലും അങ്ങനെയല്ലേ? വാപ്പമാരെങ്ങനെയാണ്? സ്നേഹം പുറത്തു കാണിക്കാത്ത ഒരു സ്നേഹത്തിന്റെ പർവ്വതമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ. നമുക്കറിയില്ല പ്രിയപ്പെട്ട വാപ്പമാരുടെ മരണശയ്യയിൽ അവർ കൊടുത്ത എത്രയോ കുട, ചെരുപ്പ്, മോതിരം. കാരണം ഒരു ബാവാക്കന്റെ കൈ കിടപ്പുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പ കൊടുത്ത ഒരു മോതിരം ഇല്ലേ ഉണ്ട്, ഇപ്പോഴുണ്ട് കയ്യിൽ, വിരലിൽ തന്നെ കിടപ്പുണ്ട്. ചില വാപ്പ മരിക്കുന്ന സമയത്ത് വാപ്പമാര് ചിലർ മക്കളെ വിളിച്ചിട്ട് പറയും, മോനെ ഇത് നിനക്കുള്ളതാണ്, ഇരിക്കട്ടെ. അല്ലാഹു വാപ്പമാരെ ഉമ്മമാരെ ആദരവ് അല്ലാഹു നമുക്ക് പെരുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കൊടുക്കുമോ? അതൊന്നും ചെറിയ കാര്യമില്ല. നല്ല വാപ്പമാരെന്ന് വേണം സാധനം കിട്ടാൻ. അപ്പൊ മരിക്കാൻ നേരത്ത് വാപ്പാടെ കയ്യിരുന്ന കുറെ ഫോൺ നമ്പർ മക്കൾ കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല.
ഇന്ന് ചില തരികിട വാപ്പമാരൊക്കെ ഉണ്ട്, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതിലൊന്നും അർത്ഥമില്ല. ആ നാടകങ്ങളിലൊന്നും ഒരു ഉപയോഗമില്ല, ഒരു ഉപകാരമില്ല. പടച്ചതമ്പുരാൻ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് പറഞ്ഞ അബാക്കാ നിന്റെ വാപ്പാക്കാണല്ലേ. ഉമ്മാക്ക് മാത്രമല്ല ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ ഒരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. കുടുംബത്തിന്റെ ഒരു തണൽ മരമാണ്. വാപ്പയില്ലെങ്കിൽ പിന്നെ ഉമ്മ, വാപ്പയില്ലെങ്കിൽ പിന്നെ മക്കൾ. വല്ല അർത്ഥമുണ്ടോ പ്രിയപ്പെട്ടവരെ? വല്ല അർത്ഥമുണ്ടോ? എന്റെ ഉമ്മ 1000 ദിവസം നീ ഉമ്മാന്റെ അടുത്തിരുന്നാലും അതിനിടയിൽ ഒരു ദിവസം വാപ്പ വന്നില്ലെങ്കിൽ പൊന്നുമോന്റെ കണ്ണ് നിറയുന്നത് വാപ്പാന്റെ വിലയാണ്. 10 വയസ്സിനകത്ത് ചെറിയ പ്രായത്തിൽ പ്രിയപ്പെട്ട ഉമ്മ നീ മരിച്ചാൽ ഒരു കുഞ്ഞിനും യത്തീമെന്ന് പറയൂല. ഒരു പൊന്നുമോന്റെ ഉമ്മ മരിച്ചാൽ യത്തീമെന്ന് പറയൂല. വാപ്പ മരിക്കുമ്പോഴാണ് യത്തീമെന്ന് പറയുന്നത്. പിന്നെ നാഥനില്ല, പിന്നെ ആരാധനാണ് പടച്ചവന്. ആ ഒരവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കല്ല റബ്ബേ, ആ ഒരവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അപ്പോ ഒന്ന് ഉമ്മുക്കാരുണ്ട്, അബാക്ക. മൂന്നാമത് ഏറ്റവും അധികം നീ ഗുണം ചെയ്യേണ്ടത് ആർക്കാ? കുടുംബ ബന്ധം പഠിക്കുമ്പോൾ അതുകൂടെ പഠിക്കണം. ബാപ്പായും ഉമ്മായും മാത്രം പറഞ്ഞങ്ങ് പോരാ. ചില വാപ്പമാരും ഉമ്മമാരും അങ്ങനെയാണ്. മക്കളെ ഞങ്ങളെ നോക്കിയാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ സ്ത്രീധനം മറ്റുമൊക്കെ ആയിട്ട് വാപ്പച്ചി ഉമ്മച്ചി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ നോക്കിയാൽ മതി എന്ന് പറയും. പോരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ പെങ്ങള്, നിന്റെ പെങ്ങളാണ് മൂന്നാമത് ഏറ്റവും അധികം നീ ഗുണം ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് അളിയനും നീയുമായിട്ട് ആയിക്കോളൂ പറഞ്ഞ് തിരിച്ചു വന്നതല്ലാതെ ഒരു പെരുന്നാളിന് പോയോ? പെങ്ങളുടെ മോളെ വിശേഷത്തിന് പോയോ? പെങ്ങളുടെ മക്കളുടെ കാര്യം നോക്കാൻ പോയോ? അടുത്തില്ലേ? താടിയും തടവി നടന്നാ പോരാ. നിന്റെ പെങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കൽ നിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട. അല്ലാതെ അവളെ കല്യാണം കഴിപ്പിച്ച് കെട്ടിച്ചു കൊടുത്തു, ഇനി അവള് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ഒരു ഇസ്ലാമും പറയുന്നില്ല. ചില ഉമ്മമാർക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. പള്ളിയുടെ താഴ്ഭാഗത്തിടുന്ന റബ്ബറേക്കർ എഴുതി കൊടുത്തത്, ഇനി മോൻ അവളെ കാര്യമൊന്നും നോക്കണ്ട, ഇനി മോൻ എന്റെയും ഉപ്പാടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പാടില്ല ഉമ്മമാരെങ്ങനെ പറയാൻ. പെങ്ങളെ 3ാം സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. അള്ളാഹുവെ, നമ്മളൊക്കെ പെങ്ങന്മാര് ജീവിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. അല്ലാഹു തആല കുടുംബ ബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളും നിങ്ങളുടെ മക്കളും വീട്ടിനകത്ത് വയർ നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളുടെ ഉമ്മ പ്രസവിച്ച അതേ പെങ്ങൾ ഇച്ചിരി അകലത്താണെങ്കിലും മറ്റൊരു വീട്ടിലിരുന്നിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഉമ്മച്ചി കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോ ഉമ്മച്ചിക്ക് സുഖമില്ല മോനെ എന്ന് പറഞ്ഞ് ഒഴിവായ പാത്രം അടുക്കളയിൽ കഴുകി വെക്കുന്ന പെങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അല്ലാഹു റബ്ബ് സത്യമായും നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ഏത് വലിയ ഹോജയാണെങ്കിലും ശരി, ഒരു സംശയം ആ കാര്യത്തിലില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ പറയുന്നു, അഹാക നിന്റെ സഹോദരനാണ്. ഇത് ബന്ധമാണ് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധമാണ് മുസ്ലിങ്ങളെ. ഇത് മുറിച്ചു കളയാൻ പാടില്ല, അറുത്ത് കളയാൻ പാടില്ല, നശിപ്പിച്ച് കളയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമ്മ പിന്നെ വാപ്പ പിന്നെ പെങ്ങള് പിന്നള, അവരോടുള്ള ബാധ്യത ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതിലൊന്നാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് വാപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തമെന്നത്, അല്ലാഹുവിന്റെ തൃപ്തി എന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാപ്പയുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ കോപമെന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ ദേഷ്യമെന്ന് പറയുന്നത് ഉമ്മയുടെ ദേഷ്യത്തിലാണ്, വാപ്പയുടെ ദേഷ്യത്തിലാണ്. സമയക്കുറവുള്ളത് കൊണ്ട് ഒറ്റ വരിയിൽ ആ മറുപടി മുത്ത് റസൂൽ പറഞ്ഞിറന്തറിയോ? യാ ഹബീബല്ലാഹ്, ഞങ്ങളുടെ വാപ്പയെ ഉമ്മയെയുള്ളൂ, ഞങ്ങളുടെ ബാധ്യത എന്താ നബിയെ? ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള അകന്നു പോകാതെ അടുപ്പിച്ചു വെക്കേണ്ടുന്ന ആ കൂട്ടങ്ങളോടുള്ള നമ്മുടെ ബാധ്യത എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഉമാ ജന്നത്തുക വനാറുക, അവർ രണ്ടുപേരും നിന്റെ സ്വർഗമാണ്, അവർ രണ്ടുപേരും നിന്റെ നരകമാണ്. ഇനി ഒരു ചെറിയ സംഭവം. ആ സംഭവം കേട്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാനും ഒന്ന് ഞെട്ടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ ഹദീസിന്റെ ആ ഭാഗം കാണുന്നത്. വട്ടച്ചിറ അൻവരി അറബി കോളേജിന്റെ ലൈബ്രറിയിൽ നിന്നെടുത്ത കിതാബിനകത്ത് അത് വായിച്ചു നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടി. അതുകൊണ്ട് 1-2 ഉസ്താദുമാരുടെ അടുത്ത് പോയി, ഇതിന് വേറെ വല്ല അർത്ഥവും, കാരണം ഞാൻ എന്റെ കുറഞ്ഞ കാഴ്ച അറിവ് വെച്ചിട്ട് എനിക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റുള്ളൂ. ഉസ്താദുമാരോട് ചോദിച്ചു, ഇതിന് വേറെന്തെങ്കിലും വിശദീകരണം വല്ലതുണ്ട്? ഒന്നുമില്ല, അത് തന്നെയാണ്, പക്ഷെ അത് തന്നെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം,
അക്ഷരാർത്ഥത്തിൽ ഇത് നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ഒരു സംഭവമായി പോകുന്നു. അപ്പോൾ നമുക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ പേടി വരുന്നത് എപ്പോഴാണ്? ശരിയാണ്, സത്യത്തിൽ ശരിയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും ഒരിക്കൽ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഓടി വരികയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്ന, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്ന. ആരാണ് അവർ രണ്ടുപേരും? ആരാണ് അവര്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ആ രണ്ടു മക്കളും ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചു. രണ്ട് കൈകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊരു വാക്ക് മുത്ത റസൂൽ പറഞ്ഞു, ഇന്നൽ വലദ മബ്ഖലത്തുൻ വമജ്ബനത്തുൻ. എന്താണ് അർത്ഥം എന്നറിയോ? ഇന്നൽ വലദ മബ്ഖലത്തുൻ വമജ്ബനത്തുൻ. ഒരു മനുഷ്യനൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ മബ്ഖലത്തുൻ, പിന്നെ അവൻ പിശുക്കനാകും. വമജ്ബനത്തുൻ, പിന്നെ അവന് പേടിയുള്ളവനാകും. അല്ലാഹുവിന്റെ റസൂലേ, മനസ്സിലായില്ല നബിയേ. നബി തങ്ങൾ പറയുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ പിന്നെ എന്റെ വാപ്പാക്ക് ഞാൻ കൊടുത്തിരുന്ന സ്നേഹം കുറഞ്ഞു പോകുമെന്ന് മുത്തേ. മുഹമ്മദ് മുസ്തഫ ഉമ്മാക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം കുറച്ചിട്ട് ആ സ്നേഹം കൂടി ഞാൻ മകൾക്ക് കൊടുക്കും. മാത്രമല്ല, ഉമ്മാക്ക് ഞാൻ 1000 രൂപയാണ് മാസം കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അത് 500 ആക്കി 500 കുഞ്ഞിന് വേണ്ടി മാറ്റുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ ഭാര്യ ആദ്യം നമ്മളോട് പറയുന്നത്, കുഞ്ഞിനെ കാണാൻ ചെല്ലും നമ്മൾ ഹോസ്പിറ്റലിൽ, വാവേ ചക്കരക്കുട്ട ആപ്പച്ചിപ്പറ തന്നടാ പറ്റിച്ചടാ റെഡിയാടാ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോ ഈ പ്രിയപ്പെട്ട ഭാര്യ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നമ്മളോട് പറയും, മനുഷ്യ ഇനി കളിച്ചു തിരിച്ച് നടന്നാൻ പറ്റില്ല കേട്ടോ, പൈസയൊക്കെ ഉണ്ടാക്കണം, മക്കളെ പഠിപ്പിക്കണം. പെൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, തീർന്നു കഥ. ഇനി പഴയതുപോലെ ഉമ്മ വിളിക്കുമ്പോ മൊബൈൽ എടുത്ത് ചെവി വെച്ച് ഞാനാ വരുന്ന ഉമ്മ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൊണ്ട് ഉമ്മാക്കങ്ങ് വെച്ചു കൊടുക്കരുത്. എല്ലാം കൂടെ കൊണ്ട് വാപ്പാക്കും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് ഇനി കൊടുക്കരുത്. ആ മോള വളർന്നു വരണേ, ഉൾപ്പ സടേന്ന് പറഞ്ഞങ്ങ് വളരും. ഇപ്പോഴത്തെ മക്കളുടെ വളർച്ച നമുക്കറിയാലോ അല്ലേ? പണ്ട് കാലത്തൊക്കെ ഒരു പെൺകുട്ടി പ്രായപൂർത്തി അറിയിക്കുന്ന പ്രായം എപ്പോഴാ? 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സൊക്കെ ആവണം ഒരു പെൺകുട്ടി ആർപ്പുള്ളതായി ആദ്യം അറിയുന്നത് എപ്പോഴാണ്? അന്നുള്ള സഹോദരിമാർ ജീവിച്ചിരുന്നത് 120 വയസ്സുവരെയും 130 വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്നു. അന്നത്തെ ഭക്ഷണത്തിനും ആ ഒരു പവറായിരുന്നു, അന്നത്തെ ജീവിത രീതി അങ്ങനെ. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോ പെൺകുട്ടി പിന്നെ 12 വയസ്സിൽ പ്രായപൂർത്തിയാവാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലെ സഹോദരിമാർ 100 വയസ്സുവരെയൊക്കെ ഇങ്ങനെ കഷ്ടിച്ചു പോയി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 10 വയസ്സിലായി, അത് കഴിഞ്ഞിട്ട് 9 വയസ്സിലായി. ഇപ്പൊ 7 വയസ്സിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നു. 60 വയസ്സിനകത്ത് ഖത്തം പോകുകയാ, മരിക്കും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഭക്ഷണവും ഇപ്പോഴത്തെ രീതിയും ഒക്കെ ഏതാണ്? അത് നമ്മുടെ ചർച്ചയല്ല. ഞാൻ പറഞ്ഞത് ഈ പെണ്ണ് പറയുന്നിക്ക നമ്മുടെ മോളെ കണ്ടില്ലേ, സുന്ദരിക്കുട്ടിയാണ്, അവൾ വളർന്നു വരുന്നു, അതുകൊണ്ട് സമാധാനമില്ലേക്ക, ഇനി പൈസ പാടാക്കി കളയരുത് എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മനസ്സിന്റെ അകത്തൊരു പേടി. ശരിയാണ്, ഉമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ കുറച്ച് ബില്ലടയ്ക്കണമെന്നും പറഞ്ഞിരുന്നു, ഇനിയിപ്പോ അത് മൊത്തത്തിൽ കൊണ്ട് അടയ്ക്കാനും പറ്റൂല. അങ്ങനെ 10,000 അതിൽ നിന്ന് എന്നെ പിടിച്ച് 5,000 ആക്കി മബ്ഖലത്തുന വല്ലുബ്ധനാകും. അല്ലാഹുവേ, അങ്ങനെ എന്തെങ്കിലും ഉത്തരം ഞങ്ങളുടെ ഉമ്മയോടോ വാപ്പയോടോ ഞങ്ങൾ കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, നിന്റെ പൊരുത്തം വേണമെങ്കിൽ ഞങ്ങളുടെ ഉമ്മ കരയാൻ പാടില്ലെങ്കിൽ ഇനി ഞങ്ങളെ കരയിപ്പിക്കൂല റബ്ബേ, ഇനി ഞങ്ങളെ കരയിപ്പിക്കൂല അല്ലാ, ഇനി ഞങ്ങളെ കരയിപ്പിക്കൂല അല്ലാ. അതുകൊണ്ട് നമുക്ക് മക്കളുണ്ടാകുമ്പോ നമ്മുടെ മാതാപിതാക്കൾ പ്രായമുള്ളവരാകും. അത് കണ്ടിട്ടാണ് മുത്ത റസൂൽ പറഞ്ഞത്, റഹിമ അൻഫുഹു റഹിമ അൻഫുഹു റഹിമ അൻഫുഹു. അവൻ മൂക്കുകുത്തി വലിച്ചെറിയപ്പെടട്ടെ, അവൻ നരകത്തിൽ ഏറ്റവും മ്ലേച്ഛനായി മാറട്ടെ. ആരാണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വന്നതറക വാലിദൈഹി യഹുമാ ഔ കിലാഹുമാ സുമ്മ ലം യദ്ഖുലിൽ ജന്നah. മാതാവും ഉമ്മയും ബാപ്പയും വാർദ്ധക്യം
വാർദ്ധക്യത്തിൽ അവന്റെ അടുത്തെത്തിയിട്ട് അവർക്ക് ഹിദ്മത്ത് ചെയ്യുന്നത് കാരണം അവന് സ്വർഗം കിട്ടിയില്ലെങ്കിൽ അവനാണ് ഏറ്റവും മോശമായ അവസ്ഥ പരലോകത്തെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ് അവന്റെ ഉമ്മ അവന്റെ അടുത്തുള്ളത്, അവന്റെ വാപ്പ അവന്റെ അടുത്തുള്ളത് അവന്റെ ഭാഗ്യമാണ്. പിന്നെ മക്കളല്ല ചില സ്ഥലത്ത് പ്രശ്നം, ഭാര്യയാണ്. ചില സ്ഥലത്ത് പ്രശ്നം ഭാര്യയാണ്, മക്കളല്ല. ഭാര്യ പറയുന്നു, എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ചില ഉമ്മമാരെങ്ങനെയാ, മോളെ വീട്ടിൽ നിന്ന് കല്യാണം നടത്തി വിടുമ്പോഴേ ഉമ്മമാര് ചെവിയിൽ പറഞ്ഞു കൊടുക്കും, മോളെ ഞാൻ കുടുംബശ്രീയിലൊക്കെ അന്വേഷിച്ചപ്പോ നിന്റെ ഭർത്താവ് ഇച്ചിരി കുടുംബസ്നേഹം കൂടുതലുള്ളവനാ, നിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ ഉപ്പയോടൊക്കെയാണ് ഇച്ചിരി സ്നേഹം കൂടുതൽ. അതുകൊണ്ട് ഇനി അവരെ ആ രീതിയിലേക്ക് വിട്ടാൽ, പൊന്നു മോളെ നിനക്ക് ജീവിക്കണ്ടേ, നിനക്ക് വീട് വെക്കണ്ടേ, നിനക്ക് വസ്തു വേണ്ടേ, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ചില ഉമ്മമാര് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കും. അള്ളാന്റെ റസൂല് പറഞ്ഞ ഒറ്റ ഹദീസിന്റെ ചെറുപ്പം പറയാൻ, പെങ്ങന്മാർക്ക് ദേഷ്യം ഉണ്ടാവുമെന്ന് അറിയില്ല, ഇനി യമാനിക്ക് നിങ്ങൾ സ്വർണം കൊടുക്കൂല അല്ലെങ്കിൽ ഞാൻ ഒന്ന് സഹായിക്കൂല എന്ന് പറഞ്ഞു കളയരുത്. ഇതൊരു ഹദീസാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കുടുംബ ബന്ധം തകരുന്നതിന്റെ ഒരു പ്രധാന കാരണം ചില സ്ഥലത്തൊക്കെ നിങ്ങളായി പോകുന്നു, എല്ലാ സ്ഥലത്തുമല്ല, ചില സ്ഥലത്തൊക്കെ. ഒറ്റ ഹദീസും, മൻ ഫല്ലല സൗജതുഹു അലാ ഉമ്മിഹി, ഏതെങ്കിലും ഒരു ഭർത്താവ്, ഇത് പറയുമ്പോ ഇനി നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുന്നുള്ളതാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് ഫല്ലല സൗജതുഹു, തന്റെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ, അലാ ഉമ്മിഹി, അവന്റെ ഉമ്മയേക്കാൾ കഴിഞ്ഞു, ഉമ്മയേക്കാൾ സ്ഥാനം തന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ടെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേദനയോടെ പ്രസവിച്ച ഉമ്മയേക്കാൾ സ്ഥാനം കൊടുത്താൽ, പൊന്നുമോളെ ചാൻസിയറാണിയാണെങ്കിലും ഐശ്വര്യാറായാണെങ്കിലും എത്ര സുന്ദരിയാണെങ്കിലും പൊന്നുമോളെ, വേദനയോടെ പ്രസവിച്ച ഉമ്മയേക്കാളൊക്കെ സ്ഥാനമില്ല മോളെ. നിന്റെ ഭർത്താവിനെ ഏത് രീതിയിലൂടെ മയക്കി വശത്താക്കി വലയിലാക്കിയാലും പൊന്നുമോളെ, ഉമ്മയുടെ സ്ഥാനം ഒരു ഭർത്താവ് കൊടുക്കുന്നത് അതിനേക്കാൾ ഭാര്യയ്ക്ക് അവന് സ്ഥാനം കൊടുത്തു പോയാൽ, അല്ലാഹു പറയുന്ന ചെറുപ്പക്കാരാ ശ്രദ്ധിച്ചോ, അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക, അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ്, അവർക്ക് മലക്കുകളുടെ ശാപമാണ്. പടച്ചോ നമ്മെ കാത്തിരിക്കട്ടെ. ഇത് പറയുമ്പോ ചില ഭർത്താക്കളും ചില സഹോദരിമാരും പറയും, നിങ്ങൾക്കൊരു വലിയ പണിയായി അല്ലേ, കാരണം ഭർത്താവിന്റെ ഉമ്മ അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയാ. എത്ര ശരിയല്ലെങ്കിലും ഭാര്യയാണ്, ഉമ്മ ഉമ്മയാണ്. അത് രണ്ടും രണ്ട് തന്നെയാണ്, രണ്ടും ഒരിക്കലും ഒന്നാവൂല. അപ്പൊ ഭർത്താക്കന്മാര് പറയും, പിന്നെ ഇത് എങ്ങനെ കൊണ്ടുപോകും ഉസ്താദ്? ഇന്ന് വല്ലാഹി ഇന്ന് ബഹ്റൈനിൽ നിന്ന് വൈകുന്നേരം വന്നൊരു ഫോൺ കോളിന്റെ സങ്കടം നിങ്ങൾക്കറിയോ? എനിക്കല്ലാഹു പുറത്തു തരുമോ ഉസ്താദേ, എനിക്കല്ലാഹു പുറത്തു തരുമോ ഉസ്താദേ? മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരനാ വിളിക്കുന്നത്, ഗൾഫിലേക്ക് പോയിട്ട് 8 മാസമാണായത്, പ്രതീക്ഷിച്ച ശമ്പളമൊന്നും കിട്ടിയില്ല, കഷ്ടപ്പാടാണ് ഉസ്താദേ, കഷ്ടപ്പാടാണ്. ഇത് ഒന്ന് മാറാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം ഉസ്താദേ, എനിക്കല്ലാഹു പുറത്തു തരുമോ? ഞാൻ ചോദിച്ചെന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, ഒരു ദിവസം രാത്രിയിൽ ഉസ്താദേ ഞാൻ ഉറക്കക്കുളിയ കൂടുതൽ എടുത്തു വെച്ചു, മരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം. ഞാനങ്ങനെ മരിച്ചാൽ ഈമാനില്ലാതെ മരിക്കണമെന്നറിയാം, അല്ലാഹു എനിക്ക് നരകം തരുമെന്നറിയാം. എങ്കിലും ഉസ്താദേ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു, ഉറക്കക്കുളിയ കൂടുതൽ എടുത്തു വെച്ചിട്ട് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. എന്തിനെന്നറിയോ? എന്റെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മയും തമ്മിൽ പൊരിഞ്ഞ തല്ലാണ് സാറേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ എന്ത് വിശേഷമാണുമ്മ? ഞാനെപ്പോഴും ആദ്യം വിളിക്കുന്നത് ഉമ്മയാണ്, ഭാര്യയെ രണ്ടാമതേ വിളിക്കുകയുള്ളൂ. ആദ്യം ഭാര്യയെ വിളിച്ചാൽ ഉമ്മ അറിയാണെങ്കിൽ പിണങ്ങുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ, ഇവിടത്തെ സുഖവിവരങ്ങളൊക്കെ നീ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അവളോട് ചോദിച്ചാൽ മതി എന്ന് എന്റെ ഉമ്മ പറഞ്ഞപ്പോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ പൊന്നാര ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാറേ. ഞാൻ എന്റെ ഉമ്മയോട് തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ശബ്ദമുയർത്തിയിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിലൂടെ ഞാൻ നടന്നുപോയിട്ടില്ല. എനിക്കത്ര ബഹുമാനമാണ്. പക്ഷേ ഫോണിലൂടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തിയുണ്ടല്ലോ ഇവിടെ, എന്നെ വിളിക്കണ്ട, അവളെടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചാ മതി എന്ന് പറഞ്ഞപ്പോ ഉസ്താദേ എന്റെ ചങ്ക് പൊട്ടിപ്പോയി.
ഉമ്മ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വിളിച്ചു. ഭാര്യ കരഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ സർവ്വത് ചോദിച്ചാൽ മതി, എന്തെടുത്ത് ചോദിക്കണ്ട. ഉസ്താദേ, ഞാൻ തളർന്നുപോയി, എനിക്ക് വേറെ ആരുമില്ല. എന്റെ പെങ്ങളെ നീ അറിയാത്തതെന്താ? കലനക്കര കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ മനസ്സറിയാത്ത പെങ്ങള്, മനസ്സറിയാത്ത പെങ്ങളെ, നിനക്ക് എന്ത് സമാധാനത്തിന്റെ കുറവാണ്, എന്ത് പ്രശ്നമാണ് നാട്ടിൽ നീ ഉണ്ടാക്കി വെക്കുന്നത്? വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുപൊറിയെ പണിയെടുക്കുന്ന പാവപ്പെട്ടവർ ഉറക്കം കൂടിയ തട്ടിയിട്ടിട്ട് ഫോൺ വിളിക്കുകയാണ്. ഉസ്താദേ, മരിക്കാമെന്ന് പാറ്, അത് മുഴുവൻ പെട്ടെന്ന് കഴിച്ചിട്ടങ്ങ് മരിച്ചാൽ മതിയെന്ന് കൊതിച്ചു പോവുകയാണ്. അള്ളാഹു പുറത്തു തരുമോ? ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതിന് അള്ളാഹു പുറത്തു തരുമോ എന്ന് ചോദിച്ചെങ്കിൽ എന്റെ പെങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. ഭർത്താവിന്റെ ഉമ്മയോട് എത്രത്തോളം പിണങ്ങിക്കഴിയാൻ നീ നിർബന്ധിക്കുന്നു, അത്രത്തോളം ഭർത്താവ് നരകത്തിലാണെന്ന വസ്തുത പൊന്നുമോളെ നീ മറക്കല്ലേ, പൊന്നുമോളെ നീ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതെന്താ? പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയൊക്കെ സ്നേഹിക്കാനല്ല, ആ ഭാര്യയുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള കഴിവ് നിനക്ക് വേണം മോനെ. 3 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ദാമ്പത്യത്തിന്റെ ബന്ധം അകന്നു പോകാതിരിക്കാൻ ഭാര്യയെ നിങ്ങളുടെ മനസ്സിന്റെ റാണിയാക്കി മാറ്റാനുള്ള 3 പോംവഴികൾ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. പറഞ്ഞാൽ ആസാദെ 3 വഴിയുണ്ട്. ഭാര്യയെ വരച്ചവരെ നിർത്താൻ പറ്റും. ഒരു പിണക്കുണ്ടാവില്ല. നിങ്ങൾ ഉമ്മാടെ അടുത്ത് വയ്ക്കോ, വാപ്പാടെ അടുത്ത് വയ്ക്കോ, ഒരു വിഷയവും ഭാര്യ പറയില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ ഈ സാധനത്തെ പിടിച്ചു നിർത്തുക? നിങ്ങൾ വിചാരിച്ച് വാക്ക് അങ്ങ് താർക്കണം, ഞാൻ അനുഭവിക്കണം, എനിക്കെല്ലാം അറിയുള്ളൂ. ഇത് എല്ലാരും കല്യാണം കഴിച്ചത് പെണ്ണിനെ തന്നെയാ. അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നാളെ വരുന്ന സിംസാറിലൊക്കെ ഉദവി, ഞാൻ അബുദാബിയിൽ അദ്ദേഹത്തിന്റെ സ്കൂളിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റൂമിൽ അദ്ദേഹത്തെ കാണാൻ പോയി. കുറെ നാളായി കാണാൻ പോയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ള തോന്നുന്നു. ഞാൻ ചെന്നപ്പോ അങ്ങനെ എടുത്തോണ്ട് വരും, വാ വാ മാഷാ ഒരാളല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഉസ്താദിനെ താരാട്ട് വടക്കെ പാട്ട് വേണ്ട, നോക്കിയാ മതിയല്ലോ, കുഞ്ഞിനെ നോക്കി. അപ്പോ ഇത് മുസ്ലിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും ആരാണെങ്കിലും കെട്ടുന്നത് പെണ്ണിനെയല്ലേ. ചിലപ്പോ കുഞ്ഞിനെ എടുക്കേണ്ടി വരും. കുഞ്ഞ് ചിലപ്പോ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും, ചിലപ്പോ കമീസ് പല പ്രാവശ്യം മാറ്റണമെന്ന് വരും, ജുബ്ബ ചിലപ്പോൾ തേച്ചത് തുടങ്ങിയെന്ന് വരും. അന്നേരം ഭാര്യയോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചില സമയത്ത് നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഭാര്യ നമ്മളെ വേറൊരാളായി കാണുന്നത്. അങ്ങനെ വരുമ്പോ നമ്മുടെ ഉമ്മയോട് അവൾക്ക് വെറുപ്പാവും, നമ്മുടെ കുടുംബത്തിനോടാണ് ഭർത്താവിന് സ്നേഹമെന്ന് കരുതിയിട്ട് ഭാര്യ പറയും, എനിക്കാരുമില്ല, എനിക്കെന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ, ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. ഇവിടെയാണ് കുടുംബം അകന്നു പോകുന്നത്. അങ്ങനെയാണ് പാവപ്പെട്ട ഭാര്യയുടെ മനസ്സിൽ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും നിന്റെ കുടുംബക്കാരും ഒക്കെ രാക്ഷസന്റെ രൂപം പോകുന്നത് നിന്റെ മനസ്സിലെ കരട് കൊണ്ടാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 3 കാര്യത്തിൽ നീ ശ്രദ്ധിക്കോ. ഉറപ്പാണ്, ഒരു സംശയമില്ല. 1, എന്തെങ്കിലും ഒരു കാര്യം ഭാര്യ സംസാരിക്കുകയാണെങ്കിൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടാവും. ഇടയ്ക്ക് കയറി കുളമാക്കരുത്. എന്തു പറഞ്ഞാലും ഞാനില്ല, എങ്ങനെ കേട്ട് സമ്മതം മൂലിയിരിക്കും എന്ന് പറഞ്ഞ് ഇന്ന് വീട്ടിൽ കൂടെ ഒന്നും മിണ്ടാതെ അവള് പറഞ്ഞ മാത്രമേ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് ഇന്ന് പോലെ അടി തുടങ്ങാൻ കാരണം ഒരു കാര്യം പറയുമ്പോഴാണ് അത് ചെയ്യാറുള്ളത്. അല്ല ഇന്നങ്ങോട്ട് പോയിട്ട് പ്രസംഗം കേട്ട് ഇന്ന് തന്നെ പ്രവർത്തിക്കാന്ന് പറഞ്ഞ് കേൾക്കുന്നു കൊടുക്കരുത്. ഞാൻ ബന്ധം അടുപ്പിക്കാനാണ് വന്നത്, ബന്ധം അകത്താനല്ല. അപ്പൊ ഇതാണ് 1. 2 ശരിക്കും വിശദീകരിക്കാനുള്ളതാ. ഇതൊന്നും സമയമില്ല, അതൊക്കെ നമുക്ക് പിന്നീടുള്ള വാതിലൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. റിസർച്ച് നടത്തി കുറെ ചിന്തകന്മാരുടെ അഭിപ്രായമാണ്. അതിൽ നമുക്ക് നടക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എത്രയോ ഹദീസ്, എത്രയോ ആയത്തുകൾ, അതിലൊക്കെ 100 കണക്കിന് പ്രാവശ്യം മുത്ത് റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടപ്പോൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അല്ലെ? അത് തന്നെയാണ് ഈ സൈക്കോളജിക്കൽ കണ്ടുപിടിക്കുന്ന ആൾക്കാര്. ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇയാഉലുദ്ദീനും സ്വഹീൽ ബുഖാരി ഹദീസിന്റെ പശ്ചാത്തലം തന്നെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കുക. അല്ലാതെ അതൊന്നും അവർ കണ്ടുപിടിക്കുന്നൊന്നുമില്ല. 100 കണക്കിന് ഹദീസുകൾ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇത് ക്രമമായി ബുഖാരിയിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. 2 എന്തെന്നറിയോ,
അവർ പ്രതീക്ഷിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു സന്തോഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അവർ പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ഞാനിപ്പോ 10 ദിവസം പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ കുറെ നാളായി ഒന്നും ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഞാനൊരു 1 പവന്റെ ഒരു അടിപൊളി ഒരു വള തയ്യാറാക്കി. അവളോട് പറഞ്ഞില്ല, ഫോൺ വിളിച്ച് ഏത് നിറമാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് വളയാണ് വേണ്ടത് എങ്ങനത്തെ അത് ചോദിച്ചാൽ അപ്പോഴേ അതിന്റെ നഷ്ടപ്പെട്ടു പോയി. അത് പോയില്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പറയരുത്. മക്കൾക്ക് മിഠായിക്ക് വേണോ എന്ത് വേണം മോനെ അത് ചോദിച്ചു ഉമ്മാക്ക് സുഖലിലേക്ക് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോ എന്നെ ഒരു സാധനം എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് നിനക്കാണെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ പിന്നെ അവള് പിണങ്ങോ നിന്നോട് ആ 1 കൊല്ലം പിണങ്ങും. ഇതൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് നടന്നാൽ പോരാ. വല്ലപ്പോഴും പൈസ വൈഫിനൂടെ മുടക്കണം. അത് പഠിക്കണം നമ്മൾ. അല്ലെങ്കിൽ അവൾ നിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശക്കല്ലായി മാറും. അല്ലാഹു കാക്കട്ടെ. അത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ നമ്മൾ? അത് ചെയ്യണം വല്ലപ്പോഴും. എന്ന് പറഞ്ഞാൽ 1 പവൻ തന്നെ വേണമെന്നില്ല. ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ചില സഹോദരിമാർക്ക് സ്വർണ്ണം ഇഷ്ടമേ അല്ല. ഇന്ന് സ്വർണ്ണമില്ലാത്തതാണ് പുതിയ സ്റ്റൈൽ. പുതുപെണ്ണിന്റെ ശരീരത്തിൽ സ്വർണ്ണമില്ല. അതേപോലെ കല്ലുകളാണ്. കല്ലെന്ന് പറഞ്ഞാൽ പാറക്കല്ലല്ല, വേറെ പല കല്ലുണ്ട് വില പിടിപ്പുള്ളത് വേറെ. അതാ 1-2 മുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 10 സ്വർണ്ണം ഇവിടെ തൂക്കി അവിടെ തൂക്കി ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. പല മോഡല. അപ്പോ ആ രീതിയിൽ നിന്റെ പ്രിയപ്പെട്ടവൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു സന്തോഷം. ഇപ്പോ നിങ്ങളൊരു കാര്യം ചെയ്തേ. ഞാൻ എന്റെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലും മദ്രസയിലും എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങിയപ്പോ ഞാൻ സമ്മാനം കൊടുത്തത് എന്റെ മോനല്ല, പിന്നെ ആർക്കാ കൊടുത്തത്? എന്റെ ഭാര്യയ്ക്ക് കൊടുത്തത്. അങ്ങനെ ചെയ്യേണ്ടത്. സ്കൂളിൽ എല്ലാ വിഷയത്തിനും A+ മോൻ വാങ്ങിയാൽ സമ്മാനം കൊടുക്കേണ്ടത് മോനല്ല, ആർക്കും കൊടുക്കണം? അവരെ അതിനുവേണ്ടി പാകപ്പെടുത്തുന്ന ഭാര്യയ്ക്ക് കൊടുക്കണം. ഇപ്രാവശ്യം മോന് അൽഹംദുലില്ലാഹ് പ്രതീക്ഷേനേക്കാളും 100 ഇരട്ടി മാർക്കുണ്ടല്ലോ, നിനക്കിരിക്കട്ടെ ഒരു സമ്മാനം. അപ്പൊ ഭാര്യ വിചാരിക്കും ഇനി മക്കളെ വഷളാക്കിയാൽ പറ്റൂല, അടുത്ത വർഷം എല്ലാത്തിനും A+ വീണ്ടും വാങ്ങിപ്പിക്കണം. അപ്പൊ ഉമ്മായും മോനും കൂടി ഒരുമിച്ച് ഉത്സാഹിക്കുമ്പോഴേ സംഭവം നടക്കും. അല്ലാതെ ഉമ്മ ഒരറ്റത്ത് വിളിക്കുമ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകണേ. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മൾ വെളിയിൽ ഇങ്ങനെ യാത്രയാണെങ്കിലും വീട്ടിലെ കണക്ഷൻ നമ്മുടെ കയ്യിലായിരിക്കണം. അത് വിട്ടുപോയാൽ കഴിഞ്ഞു. പിന്നെ കുങ്കുമപ്പൂവും ചന്ദനം മഴയും പരസ്പരം എല്ലാം കൂടെ വന്നിട്ട് നിന്റെ കുടുംബത്തെ കുളം തോണ്ടും, നീ അറിയില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. രണ്ടാമത്തേതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ സംസാരിക്കുമ്പോ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരൊന്നാണെങ്കിൽ രണ്ടാമത്തെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രതീക്ഷിക്കാതിരിക്കുമ്പോ ഒരു വലിയ സന്തോഷം നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റിലൂടെ ഒരു സമ്മാനത്തിലൂടെ ചെയ്തു കൊടുക്കുക. 3 വല്ലപ്പോഴും നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോ ആ ഭാര്യയുടെ കഷ്ടപ്പാടിലൊന്ന് പങ്കുചേരുക. അത് അടുക്കള ജോലിയാകട്ടെ, ബാത്റൂം വൃത്തിയാക്കലാകട്ടെ, മക്കളെ കുളിപ്പിക്കലാകട്ടെ, വീട് വൃത്തിയാക്കലാകട്ടെ, എന്ത് പണിയാകട്ടെ, വല്ലപ്പോഴും നിന്റെ പ്രിയപ്പെട്ടവളുമായിട്ടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് ജോലിയിലൊന്ന് പങ്കാളിയാവുക. ഈ 3-4 കാര്യങ്ങളുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഈ പ്രധാനപ്പെട്ട 3 തൽക്കാലം ഇരിക്കട്ടെ. ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ ഒരു 3 ആയുധം കയ്യിലിരിക്കട്ടെ. അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. അപ്പൊ ഇതിലൂടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വശംവശയാക്കി എടുക്കാൻ കഴിയും. അത് അങ്ങനെയാണല്ലോ ജീവിക്കുക. അങ്ങനെ ഒരു അങ്ങനെയാണ്. തന്ത്രങ്ങൾ ആവശ്യമാണെങ്കിലേ കുടുംബജീവിതം മുന്നോട്ട് പോകും. പെങ്ങളെ, ഇത് കേവലം ഒരു തന്ത്രം മാത്രമല്ല. ശരിയല്ലേ? ഒരു പെണ്ണിന് പിന്നെ വേറെ ആരാ? നീയല്ലാതെ, നിന്നോടല്ലാതെ ആരോടാണ് കാര്യം പറയുക? എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കുക. ഉമ്മമാര് ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, നിന്റെ ഭർത്താവിനെ വരച്ചവരയിൽ നിർത്തണമില്ലെങ്കിൽ നിന്റെ ജീവിതം പോക്കാ. നിന്റെ വാപ്പച്ചിയെ ഞാൻ നിർത്തിയതുപോലെ, നിന്റെ വാപ്പയെ ഞാൻ ഒതുക്കിയെടുത്തതുപോലെ, എന്റെ പൊന്നുമോള്, നിന്റെ ഭർത്താവിനെ നീയും ഒതുക്കിയെടുക്കണമെന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അങ്ങനെയുള്ള ഉമ്മാ, നീ നാശമാണ്, നീ ശാപമാണുമ്മ. നീ കുടുംബജീവിതം പൊളിക്കുന്നവളാണ്. നീ കുടുംബബന്ധത്തിന്റെ നിലയറിയാത്തവളാണ്. ആ കുടുംബബന്ധത്തിന്റെ മാസ്മരികമായ പ്രതിഫലത്തിന്റെ മഹത്വം അറിയാതെ അലഞ്ഞു തിരിയും അവശിഷ്ടമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നിന്നെ എണ്ണിയത്. പടച്ചവനെ, അത്തരം ഉമ്മമാരെപ്പെട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടെ പോകണമെന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവര് പരസ്പരം പിരിഞ്ഞു കഴിയണമെന്ന് ചിന്തിക്കല്ലേ, എന്ന് ചിന്തിക്കല്ലേ പൊന്നുമോള്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കാന റജുലുൻ ഫീ ബനീ ഇസ്രായീൽ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ്. രസകരമാണ്, കൗതുകമാണ്, അത്ഭുതവുമാണ്. സമയം എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ്. സമയത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നും ആയിട്ടുമില്ല. തുടങ്ങാൻ ഇത്തിരി വൈകി.
സമയമൊന്നും ആയിട്ടില്ല, എന്നാലും ഇൻഷാ അല്ലാഹ് ഒരു കുറച്ചേരം ഒന്നും പറയാം. നമുക്ക് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രസകരമാണ് സംഭവം. ശരിക്കും ഒരു വലിയ ഗുണപാഠമുണ്ട്. സ്വന്തം മകളെ ഭർത്താവിന്റെ കുടുംബക്കാരോട് പിണങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മാക്ക് ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയവുമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല വളരെ രസകരമായിട്ട് ആ സംഭവം പറയുന്നുണ്ട്. ബനി ഇസ്രായേൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സുന്ദരിയായ ഭാര്യയുണ്ട്. യുഹിബ്ബുഹാ, വലിയ ഇഷ്ടമാണ് ആ ഭാര്യയെ, അയാൾക്ക് വലിയ ഇഷ്ടമാണ്. വലഹു ഉമ്മുൻ അജൂസുൻ കബീറ, അവനൊരു പ്രായം ചെന്ന ഉമ്മയുണ്ട്, അവനൊരു സുന്ദരിയായ ഭാര്യയും. ആ ഉമ്മയാണെങ്കിൽ ഇമ്രഅത്തു സിദ്ദിഖ്, നല്ല സത്യസന്ധമായ സോലിഹത്തായ ഉമ്മയാണ്. ഭാര്യയാണെങ്കിൽ സ്വഭാവം ഇച്ചിരി മോശമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെയാണ് ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ഒരു ഉമ്മയുണ്ട്. ആ ഭാര്യയുടെ ഉമ്മ മോശക്കാരിയാണ്, ഇമ്രഅത്തു സൂ, ദുർഗുണ നടപ്പുകാരിയാണ്, മോശമായ സ്വഭാവമാണ്. ആ ഉമ്മ ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്ന, പെണ്ണെ നിന്റെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്തുക, പെണ്ണെ നിന്റെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുക, പെണ്ണെ നിന്റെ ഭർത്താവ് കൈവിട്ടുപോയാൽ പിന്നെ നിന്നെ സ്നേഹിക്കാൻ നിനക്കാലുണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നു. പെണ്ണ് പലപ്പോഴും വന്ന് പല തന്ത്രങ്ങളും നോക്കി ഭർത്താവ് വലയിൽ വീഴാതെ വന്നപ്പോഴതാ കുടുംബബന്ധം ഉലയാൻ പോകുന്നത് കണ്ടോ, കുടുംബബന്ധം പൊട്ടാൻ പോകുന്നത് കണ്ടോ, സ്വന്തം മകന് തന്റെ കൂടെ സ്നേഹബന്ധത്തിന്റെ വില ഒരു പെണ്ണിന്റെ തന്ത്രത്തിലൂടെ പൊളിഞ്ഞു പോകുന്നത് എങ്ങനെയെന്ന് കണ്ടോ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇബ്നു ജൗസി റളിയല്ലാഹു തആല പറയുകയാണ്, ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോള് എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഭർത്താവിന്റെ ഉമ്മയെ കൊന്നുകളയുക. ആ ഉമ്മയുള്ളിടത്തോളം കാലം നിന്റെ കുടുംബജീവിതത്തിന് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ പറയുന്ന പെണ്ണിന്റെ അന്തരത്തിലവൻ വീഴുകയാണ്. എന്നിട്ടതാ ഉമ്മയെ കൊല്ലുന്നില്ല, ഉമ്മയെ കൊണ്ട് കളയാൻ ഞാൻ ഒരുക്കമാണെന്ന് സമ്മതിച്ചു. അവസാനം പാതിരാത്രി സമയത്ത് വനാന്തരത്തിന്റെ ഉള്ളറയിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് കളയാൻ അവൻ തീരുമാനിക്കുകയാണ്. രാത്രിയാകുമ്പോ ഉമ്മയുടെ വിരൽത്തുണ്ട് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ഉമ്മ ചോദിക്കുന്ന, മോനെ എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? ഭാര്യ കൂടെയില്ല, മക്കളാരും വേറെ മക്കളാരും കൂടെയില്ല. ആ പൊന്നുമോ പറഞ്ഞു, ഉമ്മ ഒന്നും മിണ്ടാതെ എന്റെ കൂടൊപ്പം വരിക, നിങ്ങൾ ഒരുപാട് സ്ഥലം കാണാൻ ആഗ്രഹിച്ചവരല്ലേ, നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വനാന്തരത്തിന്റെ ഉള്ളറയിൽ ഒരു വർഷം എന്തിനാണ് അവിടെ കൊണ്ടാക്കിയതെന്നറിയുമോ? ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വനമെന്ന് പറയുന്നത് പുലിയുടെ, കടുവയുടെ, സിംഹത്തിന്റെ കേന്ദ്രമാണ്. ഏത് പാതിരാത്രിയിലെ കടന്നു വന്നിട്ട് മനുഷ്യ ശരീരം കണ്ടാൽ കടിച്ചു പിച്ചു ചീറുന്ന ആ വനാന്തരത്തിന്റെ ഉള്ളറയിൽ വൃക്ഷത്തിന്റെ ചോട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടാക്കിയിട്ട് ആ ചുർഗാരവിടെ നിന്ന് മടങ്ങി വരുമ്പോ ആ ഉമ്മ പറയും, എടാ പൊന്നുമോനെ എന്നെ കൂടിക്കൊണ്ടുപോ. കാഴ്ചശക്തി കുറഞ്ഞുപോയി, ഒന്നും കാണാതെ കുറ്റിരിട്ടിൽ വനാന്തരത്തിന്റെ ഉള്ളറയിൽ പൊട്ടിക്കരന്ന ഉമ്മയുടെ മുമ്പ് മൈൻഡ് ചെയ്യാതെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹുവേ, പക്ഷേ ആ ഉമ്മയുണ്ടല്ലോ, ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, അള്ളാഹുവിനെ ഭയം ജീവിച്ച ഉമ്മയാ, പടച്ചതമ്പുരാന് താഴത്തിലായി ജീവിക്കുന്ന ഉമ്മയാ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മയാ അവിടെ ഇരുന്നുകൊണ്ട് പടച്ചവനെ വിളിച്ചു ദുആ ചെയ്യുകയാണ്. ആ സമയത്തൊരു മലക്കിറങ്ങി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു പ്രവാചകന്മാരുടെ അടുത്ത് മാത്രമല്ല, ഈമാനുള്ളവരെ, തഖ്വയുള്ളവരെ, സൂക്ഷ്മതയുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ, നിങ്ങളുടെ കൺമുമ്പിലും അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. പൊന്നുപോലെ അല്ലാഹുവിന്റെ മലക്കിറങ്ങി വരികയാണ്. ആ മലക്കിറങ്ങി വന്നിട്ട് ചോദിക്കുന്ന, ഉമ്മ നിങ്ങളുടെ ചുറ്റുമുപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമെന്താ? ഉമ്മ പറഞ്ഞ്, എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ല. ഉമ്മ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമെന്താ? ഉമ്മ പറഞ്ഞ്, കുറെ ജീവികളുടെ ശബ്ദമാണ്. അതെ, ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. ഉമ്മ നിങ്ങളുടെ പൊന്നുമോന് കടുവയും പുലിയും വരുമെന്ന് പറഞ്ഞ് നിങ്ങളെവിടെ കൊണ്ടാക്കിയിട്ട് പോയപ്പോ നിങ്ങളുടെ ഇബാദത്തിന്റെ ബലം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കതാ ഒരു നാലണയുടെ ഉപയോഗം പോലും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പൊന്നുമോ നിങ്ങളെ കൊണ്ട് കളഞ്ഞത്. എന്നാൽ ഇവിടെ വന്നു നിൽക്കുന്ന മുഴുവൻ ആടും, മുഴുവൻ മാടുകളും, മുഴുവൻ
മുഴുവൻ ഒട്ടകങ്ങളും ഇന്ന് മുതൽ നിങ്ങൾക്കുള്ളതാണ് പൊന്നുമ്മ, ഇന്ന് മുതൽ നിങ്ങൾക്കുള്ളതാണുമ്മ, അതിനെ മുഴുവനും നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ പൊന്നുമോ നാളെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരുമുമ്മ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മലക്ക് പറന്നു പോകുമ്പോ അല്ലാഹുവേ ജന്നതിലെ പൊന്നുമോൻ വരികയാ. ഉമ്മയുടെ കൈ എവിടെയാണ്, കാലെവിടെയാണ്, ശരീരം എവിടെയാണ് കിടക്കുന്നതെന്നറിയാൻ ആ പൊന്നുമോ വന്നു നോക്കുന്ന സുബ്ഹാനല്ലാഹ് ഉമ്മയതാ ഒട്ടകങ്ങളുടെ, ആടുകളുടെ, മാടുകളുടെ രാജകുമാരിയായിട്ടിരിക്കുന്നു. ഇന്നലെ വരെ കാരണയുടെ ഉപയോഗമില്ലാതിരുന്ന ഉമ്മ ഇന്നതാ ഏറ്റവും വലിയ സമ്പന്നയായിട്ടിരിക്കുന്ന കണ്ടപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോ വന്നു ഒരു ചെന്തുപറ്റി ഉമ്മ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട ഉമ്മ പറഞ്ഞയാ ബുനയ്യ അക്കത്തനീ നിന്നെ ഉപദ്രവിച്ചല്ലോ, എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടല്ലോ, അല്ലാഹു എന്നെ സഹായിച്ചടാ, ഇത്രയും സ്വത്തുക്കൾ എനിക്ക് അല്ലാഹു തന്നതാണ്. ആ പൊന്നുമോൻ പറഞ്ഞു എന്നാലും നമുക്ക് വീട്ടിൽ പോയാലോ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഉമ്മയെയും അവനെടുത്തു, ഉമ്മയോടൊപ്പമുള്ള മുഴുവൻ സ്വത്തുക്കളും അവനെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുചെന്നു. കൗതുകകരമായ ഒരു രംഗം വരാൻ പോകുന്ന വീടിന്റെ മുമ്പിലെത്തുമ്പോ പന്തലൊക്കെ വീടിന്റെ മുമ്പിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇറങ്ങി വരികയാണ്. ആ പെണ്ണിറങ്ങി വന്നത് ചോദിക്കുന്ന മനുഷ്യ ഇതെവിടെ കൊണ്ടുപോയാണ്. അവൻ പറഞ്ഞു, പെണ്ണെ എന്റെ ഉമ്മയെ കൊണ്ടിരുത്തിയിരുന്നപ്പോ എനിക്ക് ഒട്ടകവും ആടും ഒക്കെ കിട്ടി, അതുകൊണ്ട് ഈ ഉമ്മയെ കളയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ ഇലാഹ ഹത്താ തദ്ഹബി ഉമ്മീ, വല്ലാഹി ലാ, എനിക്ക് നിങ്ങളോട് പൊരുത്തമില്ല, ഈ വീട്ടിനകത്ത് ഞാൻ കയറ്റൂല. ഇതിന്റെ അകത്ത് കയറ്റണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഉമ്മയെ കൊണ്ടിരുത്തിയ സ്ഥലത്ത് എന്റെ ഉമ്മയെ കൂടി കൊണ്ടിരുത്തണം. പുരിഞ്ചിതാ, നിങ്ങളെ ഉമ്മയെ കൊണ്ടിരുത്തിയ സ്ഥലത്ത് എന്റെ ഉമ്മയെ കൊണ്ടിരുത്തണം. അതുവരെ എനിക്ക് നിങ്ങളോട് പൊരുത്തമില്ല, ഈ വീട്ടിനകത്ത് ഞാൻ കയറ്റൂല. എന്തിനാ? ഇയാളെ ഉമ്മയെ തലേ ദിവസം കൊണ്ടിരുത്തിയപ്പോ ഇത്രയും ആടും ഒട്ടകമൊക്കെ കിട്ടിയില്ലേ, അപ്പൊ എന്റെ ഉമ്മയെ കൂടെ എന്തുകൊണ്ട് അവിടെ ഇരുത്തിയാൽ നാളെ രാവിലെ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ ഇത്രയും സാധനം കിട്ടൂലേ. റളിയല്ലാഹു അൻഹു പറയുന്ന അത്ഭുത ചരിത്രമാണ്. പ്രിയപ്പെട്ട ഭർത്താവ് പെണ്ണോട് ചോദിച്ചത് വേണമോ? പെമ്മക്കളെ പണം മോഹിക്കുന്നവരായി വളർത്തുന്ന ഉമ്മമാര് ചിന്തിച്ചു, ലാസ്റ്റ് പണത്തിന് വേണ്ടി തന്നെ അവര് നിങ്ങളെ കൊല്ലും. അല്ലാഹു കാക്കട്ടെ. പണം അങ്ങനെയാണ്, പവർ അങ്ങനെയാണ്, അധികാരം അങ്ങനെയാണ്. അധികാരം അങ്ങനെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കേവലം ഒരു അധികാര കസേരയ്ക്ക് വേണ്ടിയല്ലേ കേരള രാഷ്ട്രീയത്തിൽ കുടുംബക്കാർ പരസ്പരം പട്ടികളെ പോലെ, കഴുതകളെ പോലെ തമ്മിലടിക്കുന്ന ഒരു പത്രത്തിലൂടെ വായിച്ച് ഞാൻ നിങ്ങൾ തലകുനിച്ചിട്ടില്ലേ പലപ്പോഴും? എന്തുകൊണ്ടാ അതങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? അതിന്റെ സുഖം ഒരു മാസ്മരികമാണ്. അതുകൊണ്ട് അതുപോലെ പണത്തിലും അങ്ങനെ തന്നെ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവേ, ഇബ്നു ജൗസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഫന്തലക ബിഹാ, ആ ഉമ്മയെ കൊണ്ട് ചെറുപ്പക്കാരൻ പോയി പെണ്ണിന്റെ ഉമ്മയെ, ദുഷിച്ചവളായ ഉമ്മയെ, വക്രബുദ്ധിയുള്ള ഉമ്മയെ, കുടുംബബന്ധം മുറിക്കുന്ന ഉമ്മയെ കൊണ്ടുപോയി. ഫലമാം സത്ത് രാത്രിയായപ്പോ എല്ലാവരും കടന്നുപോയി. ഒറ്റയ്ക്കാണ്. വലാ പ്രആബം വലാ ശറാബ്, വെള്ളമില്ല, പാനീയമില്ല. രാത്രിയായപ്പോ വക്രബുദ്ധിക്കാരിയാണ് കുടുംബബന്ധത്തെ അകത്തിക്കളയാ പരിശ്രമിക്കുന്ന ഉമ്മയുടെ നാല് ഭാഗത്ത് വന്യജീവികൾ ഉരുണ്ടുകൂടിയപ്പോ ആദ്യത്തെ ഉമ്മാടെടുത്ത് വന്ന മലക്ക് രണ്ടാമത്തെ ഉമ്മാടെടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങളിപ്പോൾ വിളിക്കുന്ന ശബ്ദം എന്താണ്? ഉമ്മ പറഞ്ഞു, സിംഹത്തിന്റെ ശബ്ദമോ, കടുവയുടെ ശബ്ദമോ, പുലിയുടെ ശബ്ദമോ? എനിക്ക് പേടിയാവുന്ന നിങ്ങളാരാ? എനിക്ക് പേടിയാവുന്ന നിങ്ങളാരാ? മലക്ക് പറഞ്ഞ്, പേടിക്കേണ്ട ഉമ്മ, അത് നിങ്ങളെ തിന്നാമെന്ന ജീവികളാ, അത് നിങ്ങളെ തിന്നാമെന്ന ജീവികളാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചില്ലേ? നിങ്ങളുടെ പൊന്നുമോളെ കുടുംബം നശിപ്പിച്ചില്ലേ? നിങ്ങളുടെ പൊന്നുമോന്റെ ഭർത്താവിന്റെ ബന്ധത്തെ നശിപ്പിച്ചില്ലേ? അവനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മോന് നരകത്തിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി തമ്മിലടിപ്പിക്കാൻ മനസ്സ് വെച്ചില്ലേ? അതുകൊണ്ടുമ്മ, നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത് വനാന്തരത്തിന്റെ ഉള്ളറയിലാണ്. ഇബ്നു ജൗസി പറയുന്നു, വന്യമൃഗങ്ങൾ ഒന്നാമത്തെ ശരീരത്തെ വലിച്ചു കീറിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് ഒരു ഹദീസ് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാമിൻ ദംബിൻ അഹ്റാ അയ്യുഅജ്ജിലല്ലാഹു ലിസാഹിബിൽ ഉഖൂബത ഫിദ്ദുനിയാ മാ യുദ്ഖറ ലഹു ഫിൽ ആഖിറ. ദുനിയാവിൽ
ഏറ്റവും പെട്ടെന്ന് അല്ലാഹു കൊടുക്കുന്ന ഒരേ ഒരു ശിക്ഷ ഏതിനെന്നറിയുമോ? ആഖിറത്തിലും എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരേ ഒരു ശിക്ഷ ഏതിനെന്നറിയുമോ? അത് കുടുംബബന്ധം മുറിക്കുന്നതിനാണ്. വാപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കളുടെ കൂടപ്പുറപ്പുകളുടെ ബന്ധത്തെ നശിപ്പിച്ചിട്ട് ഒറ്റയാനായി പണത്തിന്റെ അന്തത്തിന്റെ അധികാരത്തിന്റെ മോഡലിൽ ജീവിക്കുന്നവർക്കാണ് അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാന്, നീ കാത്തുരക്ഷിക്കണേ റഹ്മാന്. ഒരു 2-3 പ്രധാനപ്പെട്ട ഹദീസുകൾ പറയാനുണ്ട്. ഒന്ന്, മക്കളോട് മാതാപിതാക്കൾ കാണിക്കുന്ന അരാജകത്വത്തിന്റെ അത് പറയാതിരിക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞ പൊന്നുമോളോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരമുണ്ടല്ലോ വാപ്പാ, അത് നിങ്ങൾ കാണിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരൂല. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പയെയും ഉമ്മയെയും മാത്രം സ്നേഹിച്ചാ പോരാ, അല്ലാഹുവിന്റെ ശാപം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞിറങ്ങനെയാ. പടച്ചവന്റെ ശാപം ഒരുപക്ഷെ വരുന്നത്, ശാപമെന്ന് പറയുന്നത് വരുന്നത് ലോകത്തിലൂടെയാണ്, അപകടത്തിലൂടെയാണ്, ദുരന്തത്തിലൂടെയാണ്. നീ കുടുംബബന്ധം മുറിപ്പിക്കാൻ വേണ്ടി നടന്നാൽ, പരസ്പരം തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നടന്നാൽ, പരസ്പരം ചേരിയിരിപ്പിക്കാൻ വേണ്ടി നടന്നാൽ, ആരോടും ഇണ്ടാണ് സ്വാർത്ഥ താല്പര്യയുടെ ഏറ്റവും വലിയ വിഷസർപ്പങ്ങളായിട്ട് ജീവിച്ച പൊന്നുമോനെ നിനക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടടാ. ആ ശാപം വരുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ ചിലപ്പോ നിന്റെ ബന്ധത്തെ നശിപ്പിച്ചുകൊണ്ടാണ്, ചിലപ്പോൾ നിനക്ക് മാരകരോഗം തന്നിട്ടാണ്, ചിലപ്പോൾ നിനക്ക് അസുഖങ്ങൾ തന്നിട്ടാണ്, ചിലപ്പോൾ നിനക്ക് വിഷമങ്ങൾ തന്നിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുട്ടിയ സംഘാരിനി ഈ ഇല്ലാത്ത കാലം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയാ. എത്രയോ നാളുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നു. എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പൊരുത്തമാണ് പ്രിയപ്പെട്ടവര്. ഇല്ലെങ്കിൽ ഈ കാലം വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എത്രയോ യാത്രകൾ നടത്തുന്ന, സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദയുടെ പൊരുത്തമാണ്. ഞാൻ ഓർത്തുപോകുകയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. അല്ലാഹുവേ, പറഞ്ഞ ഒരു രംഗം ഞാൻ ഓർത്തുപോകുകയാണ്. 4 വർഷമാണ് ഇത്രേ ശംസുൽ ഉലമയുടെ അടുത്ത് പറയേറിയത്. 4 വർഷമാണ്. അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. 2 ഹദീസ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞപ്പോ പുളകം കൊണ്ടുപോലെ ഉമ്മത്തെ ഉഷാദ് വാക്കവി പറയുന്ന പോലെയാണോ, മറ്റേതെങ്കിലും ചെറിയ പ്രവാചകന്മാര് പറയുന്ന പോലെയാണോ? അവരൊക്കെ ആരാണ് പ്രിയപ്പെട്ടവര്? അവരൊക്കെ ആരാണ് പ്രിയപ്പെട്ടവര്? ശംസുൽ ഉലമയുടെ മഖാമിന്റെ മുമ്പ് പോലും ചെന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ചണ്ടികളല്ലേ നിങ്ങൾ? കറിവേപ്പിലകളല്ലേ നിങ്ങൾ? കരിയിലകളല്ലേ നിങ്ങൾ? ആ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദയെ കുറിച്ച് ആലിക്കുട്ടി ഉസ്താദ് പറയുന്ന 4 വർഷമാണ് ബുഖാരി ഓതി തന്നത്, ബുഖാരി പഠിച്ചത്. ഇവർക്ക് അവസാനം ബുഖാരി തീരുന്ന ദിവസമുണ്ടല്ലോ, ബുഖാരിയുടെ ഹദീസ് തീരുന്ന സമാപന ദിവസമുണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടിയെ പോലെ അലമുറയിട്ട് ക്ലാസ്സിനകത്തിരുന്ന് ശംസുൽ ഉലമ പൊട്ടിക്കരഞ്ഞു എന്നാണ്. കൊച്ചുകുട്ടിയെ പോലെ. അതൊന്നും അഭിനയമല്ല, അതൊന്നും നാടകമല്ല. അനപുറയിട്ട് പൊട്ടിക്കരഞ്ഞെന്തിനാ പ്രിയപ്പെട്ടവര്? എന്തിനാ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാര്? അതിന്റെ അവസാനം ബഹുമാനപ്പെട്ടവര് പറഞ്ഞു നിർത്തിയത്രേ, അല്ലാഹുവിന്റെ കോടതിയിൽ നന്മ തൂക്കി നോക്കുമ്പോൾ ഈ ശംസുൽ ഉലമ എടുത്ത ബുഖാരിയുടെ വാക്കുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു നന്മയായിട്ട് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് കരഞ്ഞതാണത്രേ. അല്ലാഹുവേ, അങ്ങനെയാണെങ്കിൽ ഔഷാദുവാക്കവിട്ട് ഉറങ്ങാൻ സമയമില്ലാതെ കരയേണ്ടി വരില്ലേ? നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചാ പ്രിയപ്പെട്ടവര് എന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ഉറപ്പിച്ചിറങ്ങിപ്പോവുക? അറിയില്ല സഹോദരങ്ങളെ, അറിയില്ല. പാവപ്പെട്ട നൗഷാദുവാക്കയുടെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവേ, മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്റെ ശബ്ദത്തിന്റെ ഭാഗമുണ്ടാകുമല്ലോ. ഈ പ്രിയപ്പെട്ട മക്കള് അൽഹംദുലില്ലാഹ്, ഈ പ്രിയപ്പെട്ട മക്കള് ക്യാന്റീനിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നൗഷാദുവാക്കവി പ്രസംഗിച്ചതിന്റെ ഒരു അംശം അവർക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. ഞാൻ പരിശ്രമിച്ച ഫലമായിട്ട് നിങ്ങൾ എഴുതി കൊടുത്ത പൈസ, നിങ്ങൾ കൊടുത്ത സ്വത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അതേമായുടെ ക്യാനക ഭക്ഷണങ്ങളായി ചെല്ലുമ്പോ ഈ പ്രിയപ്പെട്ട മക്കൾ കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയുമ്പോ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങള് പാവപ്പെട്ട എനിക്കും കൂടി അതിനല്ലാഹു പ്രതിഫലം വരുന്നതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾക്ക് മുഷിപ്പുണ്ടാകുമോ എന്നറിയില്ല, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുമോ എന്നറിയില്ല, നിങ്ങൾക്ക് അറപ്പുണ്ടാകുമോ എന്നറിയില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത്, ഒരു ഇൽമിന്റെ സ്ഥാപനത്തെ സഹായിച്ചാൽ 9 ലക്ഷം കൂലിയാണെങ്കിൽ അല്ലാഹുവേ
ഒരു 10 സ്ക്വയർ ഫീറ്റിന് വേണ്ടി 15,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് ആവേശത്തോടെ ആദ്യമായിട്ട് പറയുന്നതാരാ? നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നത് നിങ്ങൾ കൊടുത്തത് ശരി തന്നെയാ, നിങ്ങൾ പൂരിപ്പിച്ചത് ശരി തന്നെയാ, ഒരു സ്ക്വയർ ഫീറ്റിന് 1500 കൊടുത്തത് ശരി തന്നെയാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ചോദിക്കാണ്, പ്രിയപ്പെട്ടവരെ നിരാശപ്പെടരുത്. നിലവിളിയട്ടെ, അങ്ങനെയുള്ള സ്ഥാപനത്തിലല്ലേ പാവപ്പെട്ട ഞാൻ പഠിച്ചത്, ഉസ്താദുമാരൊക്കെ പഠിച്ചത്. ആ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഉസ്താദ് ഈ മഹനീയമായ സ്ഥാപനത്തിന് ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കാൻ പോവുകയാണ്. ഫാത്തിഹ കൊണ്ട് എത്രയോ കറാമത്തുകൾ, എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ ആവശ്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. ആ മഹാനുഭാവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു പറയുന്നു, അല്ലാഹ് 15 സ്ക്വയർ ഫീറ്റിന് 10 സ്ക്വയർ ഫീറ്റിന് 15,000 രൂപ യമാനിയ സ്ഥാപനത്തിന്റെ വരുമാന മാർഗത്തിന് എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു 3-4 മാസത്തെ കാലാവധി വെച്ചിട്ട് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ ആള് സന്തോഷത്തോടെ എനിക്ക് വിളിയിട്ടു തീർന്ന് ഒന്ന് ബാവാക്കയാണ്, 2 അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അവിടെ ഒരാൾ മൂന്നാമത്തെ ആൾ. ആ വേഗം ഒന്ന് പേരൊന്നും സാഹിബിനെ കുടിക്കാമോ? അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ തമ്പുരാനെ, ഒന്നെന്റെ പ്രിയപ്പെട്ട കാരന്തൂര് ബാവക്കയാണ് തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ 15,000 രൂപ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ച് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. രണ്ടാമന്റെ പുറകിലിരുന്ന മറ്റൊരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ ശംസുൽ ഉലമയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ, കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനങ്ങൾ പഠിക്കുന്ന മക്കളുടെ ദുആ ഒരു സന്തോഷമായ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കണേ അല്ലാ. മൂന്നാമത് ആ ഭാഗത്തിരുന്നൊരു സഹോദരൻ പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി